എല്ലാവർക്കും നമസ്കാരം. മമ്മിയൂർ അപ്പൻ്റെ പ്രസാദത്തിന് ഹേതുവായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ സ്വരൂപം ഭഗവാൻ നാദസ്വരൂപനാണ്, നാമസ്വരൂപനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ സ്വരൂപം എന്നാൽ അത് ഭഗവാന്റെ സ്വരൂപം വർണ്ണിക്കുക എന്ന് പറയുന്നത് ലോകത്താരെ കൊണ്ട് സാധ്യമുള്ളതല്ല. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ പറയാൻ ഭഗവാൻ മമ്മിയൂരപ്പൻ എനിക്കൊരു അവസരം തന്നിരിക്കുകയാണ്. അതായത് നമ്മൾ പലതും ലോകത്ത് പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ മമ്മിയൂരപ്പനെ കുറിച്ച് എന്താണ് ഞാൻ പറഞ്ഞു നടക്കുന്നത് എന്ന് എന്നെ ഉത്തരവാദിത്വത്തിൽ കൂടുതൽ കെട്ടിയിടാൻ വേണ്ടി മമ്മിയൂരപ്പൻ ഇവിടേക്ക് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ സ്വരൂപത്തെ എനിക്ക് ആവും വിധം വർണ്ണിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ഭഗവാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാദസ്വരൂപനാണ്, നാമസ്വരൂപനാണ്. എല്ലാ തരത്തിലും നിറഞ്ഞു നിൽക്കുന്ന വിശ്വരൂപനാണ്. അതെങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആനത്തോലം വെളിത്തല്ല മരനദി, അങ്ങനെയൊക്കെയാണ്. ആനത്തോലം മരനദി ജടാമണ്ഡലം മുണ്ടമാല്യം മീനാംഗാഹാരി നേത്രം ഭസിതലസിതഭാലം ഭുജംഗാളി ഭൂഷ. മലയാളമാണ്. തിരുനെറ്റിയിൽ അമ്പിളിത്തല്ല്, ജട, ശരീരത്തിൽ മുഴുവൻ പാമ്പുകൾ, ഗംഗ, ഭസ്മം കൊണ്ട് ശരീരം മുഴുവൻ പൂശിയിട്ടുള്ള ആള്, മീനാംഗാഹരി നേത്രൻ, മീനധ്വജനെ, കാമദേവനെ നശിപ്പിച്ച, കാമദേവൻ്റെ ദർപ്പം നശിപ്പിച്ച ആ കണ്ണുകളോടുകൂടിയ മൂന്നാം തൃക്കണ്ണോട് കൂടിയിട്ടുള്ളവൻ. ഇങ്ങനെ 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 ഇങ്ങനെ. ഇനിയോ ഏണം ശൂലം കപാലം, തൊടി, കയ്യിൽ ഡമരു. ഇതിങ്ങനെ ചലിപ്പിച്ചിട്ടാണ് ശബ്ദം ഉണ്ടായതെന്നാണ് പറയാം. ഭഗവാന്റെ കയ്യിൽ തുടി, അതിങ്ങനെ ഇളക്കി തുടിപ്പിച്ചപ്പോൾ ഈ ഈറയിലേക്ക് ഏവം അയൗച്ച് ഹയവരട്ട് ലണ് ഞമങ്ങണ നമ ജപഞ്ഞ് ഘടകഷ് ജപഘടദശ് ഖഭഞ്ഞ്. ഇങ്ങനെ അക്ഷരങ്ങളുണ്ടായി. അതിന് പറയുന്ന പേരാണ് 14 മാഹേശ്വര സൂത്രങ്ങൾ. അതിലെല്ലാ അക്ഷരങ്ങളും വന്നു. ഈറില് ഏവം അയൗച്ച് ഹയവരട്ട് ലണ് ഞമങ്ങണ നമ ഛബഞ്ഞ് ഘടകഷ് ജപഘടദശ് കഭജ്. ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് എല്ലാ അക്ഷരങ്ങളും ഉൾപ്പെടുന്ന അത് കിട്ടി. ഇതിൽ നിന്നാണ് വാക്കുകൾ, വാക്കിൻ്റെ സിദ്ധാന്തങ്ങൾ, സാഹിത്യങ്ങൾ, സംഗീതങ്ങൾ എല്ലാം ഉണ്ടാവുന്നത് ഈ 14 അക്ഷരങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഈ ഭഗവാന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞു, നാദസ്വരൂപനാണ്, നാമസ്വരൂപനാണ്. അപ്പോൾ നാദവും നാമവും കിട്ടണമുണ്ട്. എന്തുണ്ടായി? നാദവും നാമവും തന്നെയാണ് ശ്രുതി, വേദം. അത് കിട്ടി. ശ്രുതി എന്നുള്ളത് കൊണ്ട് സംഗീതവും കിട്ടി. അപ്പോൾ ഭഗവാൻ ഗീതസ്വരൂപനാണ്. നാദസ്വരൂപൻ, നാഗസ്വരൂപൻ, നാമസ്വരൂപൻ, ശ്രുതിസ്വരൂപൻ. വാക്ക് തന്നെയാണ് ഭഗവാൻ. വാക്ക് തന്നെയാണ് ഭഗവാൻ. ഈ വാക്കിൻ്റെ ഒരു
ഗുണം എന്താണെന്ന് വെച്ചാൽ വാക്കിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. വാക്കിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ അതിൻ്റെ അർത്ഥവും വരും. അപ്പം അതുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്ന വാക്ക് അത്രയധികം ശ്രദ്ധിക്കണം. നല്ല വാക്കുകളായിരിക്കണം. മാധവീർഗാവോ ഭവന്തു ന. നമ്മുടെ വാക്കുകൾ തേനൂറുന്ന മാധുര്യമുള്ളതാവട്ടെ എന്ന് തോന്നിയത് പറയാൻ പാടില്ല. മാധവീർഗാവോ ഭവന്തു ന. നമ്മുടെ വാക്കുകൾ തേനൂറുന്നവയാവണം, നല്ല വാക്കുകളാവണം. ഈ വാക്ക് പുറപ്പെടുവിക്കുന്നത് നാക്ക് കൊണ്ടാണ്. മനുഷ്യൻ്റെ എല്ലാ ഗുണത്തിനും ആധാരം നാക്കാണ്. മനുഷ്യന് ഏറ്റവും അധികം പ്രയോഗിക്കാൻ പറ്റുന്ന രണ്ട് കാര്യം, ഒന്ന് നാക്ക് കൊണ്ടുള്ള സംസാരവും പിന്നെ ഒന്ന് ഭക്ഷണത്തിലുള്ള ലാലസയും, ഭക്ഷണത്തിലുള്ള അതികേമമായിട്ടുള്ള മോഹവും. അത് ഈ നാവിൻ്റെ രുചിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ട് നാവിനെ ജയിച്ചാൽ ജിതം സർവേ ജിതേ രസം. നാവിനെ ജയിച്ചാൽ ലോകത്തെ മുഴുവൻ ജയിക്കും. നാവിനെ ജയിച്ചാൽ വാക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നാവിനെ ജയിച്ചാൽ അത്യധികമായ രുചി ഉണ്ടെങ്കിലും നമുക്ക് ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, ഞാൻ പറയുന്ന ഒന്നും എൻ്റേതല്ല. എൻ്റെ നല്ലത് മുഴുവൻ എൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹത്തിൽ നിന്ന് എനിക്ക് വന്നു ചേർന്നതാണ്. എന്തെങ്കിലും ദോഷം നിങ്ങൾ കാണുകയാണെങ്കിൽ അതെൻ്റെ മാത്രമാണ്. അതിൽ ഗുരുനാഥന്മാർക്ക് ഉത്തരവാദിത്വം ഇല്ല. ഇതുണ്ടോ ഇല്ലയോ, ഞാൻ സഞ്ചരിക്കുന്ന വഴി ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മമ്മിയൂരപ്പൻ എന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ പിടിച്ചിരുത്തിയിട്ട് ഒരു 2 വാക്ക് നീ ഒന്ന് പ്രസംഗിക്കുക, അല്ലെങ്കിൽ 2 വാക്ക് നീ ഒന്ന് പറയാം, ഞാനൊന്ന് കേൾക്കട്ടെ, എന്നെക്കുറിച്ച് ലോകത്ത് നീ എന്തൊക്കെ പറഞ്ഞു നടക്കേണ്ടതെന്ന് എനിക്കൊന്ന് അറിയണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പോൾ ജിതം സർവേ ജിതേ രസേ. നാവിനെ ജയിച്ചാൽ ലോകത്തെ ജയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ജീവിത വിജയത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സൂത്രം പറഞ്ഞു തന്നിട്ടാ. ഇനി അത് അറിഞ്ഞില്ല എന്ന് പറയരുത്. ജിതം സർവേ ജിതേ രസേ, ഈ 2 വാക്കേ ശ്രദ്ധിക്കണ്ടു. ഇനി അപ്പോൾ ഭഗവാന്റെ പിന്നെയോ തുടയിലോ ഭഗവാന്റെ ശരീരം അർദ്ധനാരീശ്വരനാണ് അല്ലേ? ചില സമയത്ത് അർദ്ധനാരീശ്വരനാണ്, ചില സമയത്ത് യോഗിയാണ്, അങ്ങനെ പല രീതിയിലാണ്. അപ്പോൾ ഈ അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനും പാർവതിയും കൂടിയതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വാക്കിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. സമ്യക് ജ്ഞാത സുഷ്ഠുപ്രയുക്ത ഏകശബ്ദ, ഒരു ശബ്ദം, ഏകശബ്ദ സമ്യക് ജ്ഞാത സുഷ്ഠുപ്രയുക്ത സ്വർഗേ ലോകേ കാമധുക് ഭവതി. ഒരു വാക്ക് വേണ്ടും വണ്ണം അറിഞ്ഞ് പ്രയോഗിച്ചാൽ അദ്ദേഹത്തിന് പിന്നെ നേരെ മോക്ഷമാണ്. സ്വർഗേ ലോകേ കാമധുക് ഭവതി. അത് നേരെ നമ്മളെവിടെ എത്തും? സ്വർഗത്തിലെത്തും. വേറെ എവിടെയും പോവില്ല. ഒരു ശബ്ദം അറിഞ്ഞ് സമ്യജ്ഞാത, വേണ്ടും വണ്ണം അറിഞ്ഞ് സുഷ്ഠുപ്രയുക്ത, അങ്ങനെ ഒരു വാക്കേ ഉള്ളൂ. അത് ഭഗവാന്റെ നാമാണ്. ശിവശിവ ശിവശിവ എന്നാവാം. ഹരശങ്കര ശിവശങ്കര ദുരിതങ്കള ശിവനെ, ശിവപാദത്തോടമരാൻ വരമരുളുക ശിവനെ. അല്ലേ? ഭഗവാന്റെ നാമങ്ങൾ ഏതൊക്കെ രീതിയിൽ പറയാം. ഭക്തിയോടുകൂടി ജപിക്കുന്നതെല്ലാം ഭഗവാനാണ്. അപ്പോൾ ഭഗവാന്റെ സ്വരൂപം അർദ്ധനാരീശ്വരനാണ്. ഏതുപോലെ? വാക്കും അർത്ഥവും പോലെ. വാക്ക് പുറപ്പെടുവിച്ചാൽ അർത്ഥം പിന്നാലെ വരും. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ അർത്ഥം എന്താണെന്ന് അന്വേഷിച്ചിട്ട് വേണം. എന്നാൽ മഹാന്മാരുടെ വാക്ക് അവർ പുറപ്പെടുവിക്കുന്നതിന് മുമ്പേ അർത്ഥം മുമ്പ് സഞ്ചരിക്കും. മുനികളുടെ വാക്കുകൾ അല്ലെങ്കിൽ ആപ്തന്മാരുടെ വാക്കുകൾ വായിൽ നിന്ന് നിർഗളിക്കുന്നതിന് മുന്നേ അർത്ഥം സഞ്ചരിക്കാൻ തുടങ്ങും.
എന്നെപ്പോലുള്ള ലൗകികന്മാർക്ക് വാക്ക് പുറപ്പെടുവിച്ചിട്ട് പിന്നീട് അതിൻ്റെ അർത്ഥം അന്വേഷിക്കണം. അതാണ് ആപ്തന്മാരും എന്നെപ്പോലുള്ള സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ നാമസ്വരൂപനാണ്, നാദസ്വരൂപനാണ്. വാക്കും അർത്ഥവും ചേർന്നതാണ്. ഇതുപോലെ ശിവനും പാർവതിയും പോലെ. അതുകൊണ്ടാണ് മഹാകവി പറഞ്ഞതെന്ത്, വളരെ മനോഹരമായിട്ട് വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗതഃ പിതരോ വന്ദേ പാർവതീ പരമേശ്വരോ. വന്ദേ വന്ദിക്കുന്നു. വന്ദിക്കപ്പെടുവാൻ ലോകത്ത് യോഗ്യനായിട്ടുള്ള ഒന്നേ ഉള്ളൂ, അത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാനെ എങ്ങനെയുള്ള ഭഗവാൻ? ജഗത്തിൻ്റെ പിതാവാണ്. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ നമിക്കണം എന്നല്ലേ പറഞ്ഞിരിക്കണേ. നമിക്കപ്പെടാൻ യോഗ്യനായിട്ടുള്ള ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, ഈശ്വരൻ, ഭഗവാൻ, ഈശൻ. ഈശൻ എന്ന ശബ്ദം കൊണ്ട് തന്നെ മഹേശ്വരൻ, പരമേശ്വരൻ, ഗംഗാധരൻ, നീലലോഹിതൻ, നീലകണ്ഠൻ, അഷ്ടമൂർത്തി എന്ന വാക്കുകൾ കിട്ടി കഴിഞ്ഞു. ഈശൻ എന്നൊരൊറ്റ വാക്കുകൊണ്ട് ഈശ്വരൻ എന്ന് കിട്ടി. ഈശൻ എന്ന വാക്ക് വേറെ ആർക്കും ചേരില്ല, ഈശ്വരന് മാത്രമേ ചേരുള്ളൂ. അതാണ് ആ വാക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ വാക്കും അർത്ഥവും ചേർന്നതുപോലെയാണ് അഷ്ടമൂർത്തിയായിരിക്കുന്ന, വാഗ്സ്വരൂപനായിരിക്കുന്ന, ശിവശക്തി സംയോഗമായിരിക്കുന്ന, വാക്യാർത്ഥങ്ങൾക്ക് ഹേതുബോധനായിരിക്കുന്ന ആ ഭഗവാൻ മഹേശ്വരൻ. അതിൽ വേറെ ഒന്നുകൂടി പറയും. അതായത് പാർവതീ ദേവി ശബ്ദസ്വരൂപനായിട്ടും മഹാദേവൻ അർത്ഥസ്വരൂപനായിട്ടും. അപ്പോൾ ഭഗവാനെ വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭഗവാനെ മാത്രമായിട്ട് വർണ്ണിക്കാൻ പറ്റില്ല. ഭഗവാനെ വർണ്ണിക്കണമെങ്കിൽ ശബ്ദം വേണം. ശബ്ദം പ്രയോഗിച്ചാൽ മറ്റൊരു പ്രയത്നവും കൂടാതെ പാർവതിയുടെ സാന്നിധ്യം അവിടെ വന്നുപെട്ടു. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ശിവനെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ പ്രഭാഷണം നടത്തുന്നതും നാമം ജപിക്കുന്നതൊക്കെ. പക്ഷെ എന്തുണ്ട്, ശിവൻ പ്രസാദിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ അടുത്ത് പാർവതി പ്രസാദിക്കുന്നു. കാരണം എന്താ, ശിവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്ക് പാർവതി സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ നാഥനെയാണ് പുകഴ്ത്തുന്നത് എന്നതുകൊണ്ട് പാർവതിയും സന്തോഷിപ്പിക്കപ്പെട്ടു. ശബ്ദജാതമശേഷം തു, ലോകത്തുള്ള ശബ്ദങ്ങൾ മുഴുവൻ ധത്തെ ധരിക്കുന്നു. ആര്? ശർവസ്യ വല്ലഭ, ശർവൻ്റെ വല്ലഭ. ശർവൻ ഈശ്വരൻ, പരമേശ്വരൻ. ശബ്ദത്തെ മുഴുവൻ വഹിക്കുന്നത് പാർവതിയാണ്. പിന്നെയോ അർത്ഥസ്വരൂപം അഖിലം, അർത്ഥത്തെ മുഴുവൻ വഹിക്കണതോ ധത്തെ മുഗ്ധേന്ദുശേഖര. മുഗ്ധേന്ദുശേഖരനാണ് അർത്ഥത്തെ മുഴുവൻ വഹിക്കുന്നത്. അപ്പോൾ ശബ്ദവും അർത്ഥവും കിട്ടി, പാർവതി പരമേശ്വരന്മാരെ കിട്ടി, വാഗർത്ഥങ്ങൾ കിട്ടി. അതിങ്ങനെ ഈ മുണ്ടിൽ നിന്ന് നൂലുകൾ ഇങ്ങനെ വേർതിരിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ മുണ്ടില്ലാതെയാവും. പക്ഷെ നൂലിൽ നിന്ന് അതിൽ മുക്കിയ കളർ വേർതിരിക്കാൻ പറ്റില്ല. അത് വേർതിരിച്ചു കഴിഞ്ഞാൽ ആ നൂല് തന്നെ ഇല്ലാണ്ടാവും. അതുപോലെയാണ് ശബ്ദാർത്ഥവും, അത് വേർതിരിക്കാൻ പറ്റില്ല. ഇത് ഇന്നത് ശബ്ദം ഇന്നത് അർത്ഥം എന്ന് പറഞ്ഞിട്ട് അതിന് രണ്ടും രണ്ടായിട്ട് വേർതിരിക്കാൻ പറ്റില്ല. അത് അത്രയും ഇഴം ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒന്നിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാൽ മറ്റത് കൂടി ഇല്ലാതെയാവും. അപ്പോൾ അതുകൊണ്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റാത്ത വസ്തുവാണ് വാക്ക്. അത്രയും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ വീണ്ടും പറയണു, വീണ്ടും വീണ്ടും ശ്രദ്ധിക്കണം. പിന്നെ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നതിൻ്റെ ഒപ്പം പറയേണ്ടതാണ് ഔചിത്യമുള്ള വാക്കുകൾ
സമ്യക് നല്ല വാക്കുകൾ, സൗശബ്ദങ്ങൾ, നല്ല ശബ്ദങ്ങളെ പുറപ്പെടുവിക്കാവൂ. കാരണം അതൊക്കെ പിന്നെ അവസാനം പറയും. എന്താണെന്നൊന്നു പ്രത്യേകിച്ച് ആദ്യം പറയും എന്നുള്ള കാരണം. ഒരാളും കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല? ദുരിതങ്ങൾ സമ്പാദിക്കാനല്ല, ദുരിതങ്ങൾ വിട്ടൊഴിയാനാണ്. അപ്പം ദുരിതങ്ങൾ വിട്ടൊഴിയാൻ സൗശബ്ദങ്ങൾ, നല്ല ശബ്ദങ്ങളെ പ്രയോഗിക്കണം. ദൂരീകൃതാനി ദുരിതാനി ദുരക്ഷരാണി. ദൂരീകരിക്കപ്പെടണം, ഒഴിവാക്കപ്പെടണം. എന്ത്? ദുരിതങ്ങളും ദുരക്ഷരങ്ങളും. അപ്പോൾ ദുരിതങ്ങൾ മാറണമെങ്കിൽ ഭഗവാനെ സേവിക്കണം. ഈ ലോകത്ത് ദുരിതങ്ങൾ വിട്ടൊഴിയാൻ, ദുരിതങ്ങൾ അവസാനിപ്പിക്കാൻ, ദുരിതങ്ങളെ ഇല്ലാതെ തീരാൻ മറ്റ് മാർഗങ്ങളില്ല. ആകെ ഒരേ ഒരു ആശ്രയമേ ഉള്ളൂ. എന്താണത്? സദാ ജപം, സദാ തപം, സദാ സ്മരണ. ആരെ നമുക്ക് സ്മരിക്കാനുള്ളൂ? സ്മര്യ പുരുഷൻ ലോകത്ത് ഒന്നേ ഉള്ളൂ, രണ്ടില്ല. രണ്ടുണ്ട് എന്ന് നമ്മൾ ധരിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഭയം. ദ്വിതീയാൽ വൈ ഭയം. രണ്ടാമത്തെ ഒന്നിൽ നിന്നാണ് ഭയം. രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അതാരാണ്? ഈശ്വരൻ, ഈശൻ, പരമേശൻ, മഹേശ്വരൻ. അത് പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടും, പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അത് ഏത് രൂപത്തിലാണെന്ന് നമുക്ക് സാധാരണക്കാർക്ക് കണ്ടെത്താൻ കഴിയില്ല. അത് യോഗികൾക്കും അലോകർക്കും അലൗകികന്മാർക്കും ആപ്തന്മാർക്കും മാത്രമേ സിദ്ധമാവുള്ളൂ. അപ്പോൾ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഭാഗ്യം കിട്ടും, ഭാഗ്യം കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ മേലോട്ട് പൊക്കിയാൽ ഭാഗ്യം എപ്പോഴാണ് വരിക നമുക്ക് ആർക്കെങ്കിലും അറിയുമോ? അറിയില്ല. അപ്പോൾ നമ്മൾ കൈ പൊക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു നിമിഷത്തിൽ അത് കിട്ടും. അത് കിട്ടില്ല എന്ന് വിചാരിച്ച് ഏത് നിമിഷമാണോ നമ്മൾ കൈ താഴ്ത്തുന്നത് അപ്പോഴാവും ചിലപ്പോൾ അത് വന്ന് പോയിട്ടുണ്ടാവുക. അപ്പോൾ ഭഗവാന്റെ കടാക്ഷം ഇപ്പം കിട്ടുന്നവരുണ്ട്, ഈ നിമിഷം കിട്ടുന്നവരുണ്ട്, നാളെ കിട്ടുന്നവരുണ്ട്. എനിക്ക് നാളെയാണ് കിട്ടുക എന്നെനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ നാളെ ഭജിക്കണുള്ളൂ എന്നാരും പറയാറില്ല. ഏത് നിമിഷവും ലഭിക്കും. അതുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ആരെ? ഭഗവാനെ. പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും സ്തുതിക്കാനും സ്മരിക്കാനും നമുക്ക് ഒന്നേയുള്ളൂ പുരുഷൻ, രണ്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരാണ് ഈശൻ. അത് ഒരു പടി കൂടി മേപ്പിട്ട് പറഞ്ഞാൽ യോഗികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒന്നാണ്, രണ്ടില്ല. ഒറ്റ പുരുഷനേ ഉള്ളൂ. പുരുഷനും സ്ത്രീയും അചിന്ത്യനും അരൂപനും അലൗകികനും എല്ലാം 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 ഒന്ന്, മറ്റൊന്നില്ല. അങ്ങനെയുള്ള സ്വരൂപം, ആ ജ്ഞാനസ്വരൂപം, ആ ചൈതന്യസ്വരൂപം, പഞ്ചഭൂതങ്ങളുടെ സങ്കലന രൂപം, ആ അഷ്ടമൂർത്തി, അതിന് വേറെ രീതിയിലും പറയുന്നുണ്ട്. ഭഗവാൻ ഈ എന്താ പറയുക, ഈശ്വരൻ്റെ ചൈതന്യം വർണ്ണിക്കുമ്പോൾ ഭഗവാൻ അജനാണ്. അജൻ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തവനാണ്. അജൻ ജമ്മില്ലാത്തവനാണ്. ജമ്മില്ലാത്തവൻ ജനനമില്ലാത്തവനാണ്. ജനനമില്ലാത്തൊരാളെ എങ്ങനെയാണ് നമ്മൾ സ്തുതിക്കുക? ജനനമില്ല എന്ന് വെച്ചതുകൊണ്ട് ജീവനില്ല എന്നർത്ഥമില്ല. ഭഗവാന്റെ ജനനം അറിയണമെങ്കിൽ, ഭഗവാൻ ഇന്ന ദിവസം ജനിച്ചു എന്നറിയണമെങ്കിൽ അതിനു മുമ്പ് ജനിച്ച ഒരാൾ ഇവിടെ ഉണ്ടാവണം, അത് സാക്ഷ്യപ്പെടുത്താൻ. അങ്ങനെയൊന്നുമില്ല. കാരണം എന്താ? ഭഗവാനാണ് ആദ്യത്തെ ആള്, ആദിപുരുഷൻ. അദ്ദേഹത്തിന് ശേഷമേ ബാക്കി എന്തുള്ളൂ? ബാക്കി എല്ലാം ഉള്ളൂ. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. പൃഥിവി, അപ്പ്, തേജസ്, വായു എല്ലാം ഉണ്ടാവുന്നത് അതിൽ നിന്നാണ്. ഭഗവാൻ അഷ്ടമൂർത്തി സ്വരൂപനാണ്. അഷ്ടമൂർത്തി സ്വരൂപൻ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ, വെള്ളം, വായു, അഗ്നി,
തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ. പിന്നെയോ ഭഗവാന്റെ 2 കണ്ണുകളാണ് സൂര്യനും ചന്ദ്രനും. സൂര്യാചന്ദ്രമസാവിവ വേദത്തിലൊക്കെ വളരെയധികം ഗംഭീരമായിട്ട് സ്തുതിക്കുന്ന ഒരു വാക്കാണത്. സൂര്യാചന്ദ്രമസാവിവ. ഭഗവാന്റെ ഒരു കണ്ണ് സൂര്യനും ചന്ദ്രനുമാകുന്ന കണ്ണുകളാണ്, 2 കണ്ണുകൾ. 3-ാം കണ്ണ് ജ്ഞാനദൃഷ്ടിയാണ്, കടന്നു കാണാനുള്ള, ക്രാന്തദർശിത്വമുള്ള, കടന്നു കാണാനുള്ള കണ്ണാണ്. നമുക്കാർക്കും 3-ാമത്തെ കണ്ണില്ലല്ലോ, 2 കണ്ണല്ലേ ഉള്ളൂ. 3-ാം കണ്ണുള്ളത് ഭഗവാന് മാത്രമേ ഉള്ളൂ. നമ്മൾ അനവധി ആൾക്കാരെ ഈ ലോകത്ത് കാണുന്നുണ്ട്. ആർക്കെങ്കിലും 3-ാം കണ്ണുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? അത് അലൗകികത്വമാണ്. അത് ഭഗവാന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. അത് ഭഗവാന്റെ ജ്ഞാനദൃഷ്ടിയാണ്. അപ്പം ഇതിനെല്ലാം കൂടിച്ചേർത്തിട്ട് ഒരു പ്രസിദ്ധനായിട്ട് മഹാകവി പറയും, യാ സൃഷ്ടി സൃഷ്ടുഹു ആദ്യ. ആ സൃഷ്ടാവിൻ്റെ ആദ്യത്തെ സൃഷ്ടി, ചൈതന്യത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടി, വഹതി വിധിഹുതം, വേണ്ടും വണ്ണം വഹിക്കുന്നു. എന്തിനെ? യാതൊരു ഹവിസ്സിനെ. യാഗം ചെയ്യാൻ ഹവിസ് വേണം. യാഗം ചെയ്യുന്നത് ഈശ്വരന് വേണ്ടി. ആരാ ചെയ്യുന്നത്? യജമാനൻ. എന്തിലേക്കാണ് ഹവിസിനെ ഹോമിക്കുന്നത്? അഗ്നിയിലേക്ക്. ഹവിസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. ഹവിസ് അർപ്പിക്കാൻ അഗ്നി വേണം. അത് ചെയ്യാൻ ഒരു യജമാനൻ വേണം. യജമാനൻ ഉണ്ടെങ്കിൽ യജമാനത്തെയും വേണം, യജ്ഞപത്നിയും വേണം. അപ്പം തന്നെ പഞ്ചഭൂതങ്ങളും യജമാനനും യജമാനത്തെയും എല്ലാം കൂടി തന്നെ ആയാൽ ഭഗവാന്റെ അഷ്ടമൂർത്തി സ്വരൂപം കിട്ടും. പിന്നെ എങ്ങനെയുള്ള ആളാണ്? ദ്വേ കാലം, 2 കാലം. എത്ര കാലമുണ്ട്? 2 കാലം. ഏതാ 2? രാത്രി പകലും. രാത്രിയുടെ അധിപൻ ചന്ദ്രൻ. ആ ചന്ദ്രനെയാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്. എന്ത്? ആനത്തോലമ്പിളിത്തല്ല്. തലയിലെന്താണ്? അമ്പിളിത്തല്ല് അല്ലേ? ഭഗവാന്റെ തിരുനെറ്റിയിൽ ചന്ദ്രൻ ഇങ്ങനെ ശോഭിക്കുകയാണ്. ആ ചന്ദ്രൻ്റെ ശോഭയിൽ ബാഹ്യോദ്യാന ശിരശ്ചന്ദ്രികാധൗതഹർമ്മ്യ. ആ ചന്ദ്രൻ്റെ ഭഗവാന്റെ തിരുനെറ്റിയിലുള്ള അമ്പിളിയിൽ നിന്ന് ആ നിലാവും കൂടെ ഒഴുകിയിട്ട്, ആ കീർത്തിയുടെ പ്രസരം കൂടെ ഒഴുകിയിട്ട്, ആ നൈർമല്യത്തിൻ്റെ വെളുപ്പൊഴുകിയിട്ട്, ആ സ്നേഹത്തിൻ്റെ പ്രേമസ്വരൂപത്തിൻ്റെ ആ സ്ഫീതത്വം, ആ തെളിച്ചം വെളിച്ചം അങ്ങോട്ട് നിറഞ്ഞിങ്ങനെ ഒഴുകിയിട്ട് ബാഹ്യോദ്യാന സ്ഥിത ശിരശ്ചന്ദ്രികാ ധൗതഹർമ്മ്യ. ആ മഹാകാലക്ഷേത്രം, ആ മമ്മിയൂരപ്പൻ അവിടുന്ന് ഇങ്ങോട്ട് പ്രകാശം ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഒഴുകി 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 അതിൻ്റെ അറ്റം കാണാനില്ല. കാരണം എന്താ? അറ്റം കാണണമെങ്കിൽ ഈ ഭൂമിയുടെ അറ്റം കാണണ്ടേ? ഭൂമിക്ക് അറ്റമില്ല. കാരണം എന്താ? ഭഗവാൻ വ്യാപ്യനാണ്, വിശ്വരൂപനാണ്, വിശ്വമൂർത്തിയാണ്, അഷ്ടമൂർത്തിയാണ്. ലോകം മുഴുവൻ നിറഞ്ഞ രൂപമാണ് ആർക്ക്? ഭഗവാന്. ലോകം മുഴുവൻ നിറഞ്ഞ രൂപം പോരാ. ലോകം മുഴുവൻ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ, ലോകം തന്നെയാണ് ഭഗവാൻ. അപ്പോൾ കീർത്തി ഇങ്ങനെ നിറഞ്ഞ് 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 ഇന്ന സ്ഥലത്ത് നിന്ന് മുട്ടി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഭൂമിയിൽ മുഴുവൻ നിറഞ്ഞു, അത് കഴിഞ്ഞ് പൊങ്ങി പൊങ്ങി പുകള് പൊങ്ങി പൊങ്ങി സ്വർഗത്തിലെത്തി. ഇനി അങ്ങോട്ടും പോകാൻ വഴിയില്ല. അപ്പോൾ കീഴ്പ്പെട്ടിറങ്ങി പാതാളത്തിലെത്തി. അപ്പം എന്തായി? ലോകം മുഴുവൻ വെളുപ്പ് മാത്രമേ ഉള്ളൂ. വെളുപ്പല്ലാത്തൊരു വസ്തുവില്ല. എന്താ കാരണം? ഭഗവാന്റെ കീർത്തി നിറഞ്ഞ് 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 വെളുപ്പ് ഇങ്ങനെ പ്രസരിച്ച് അതിങ്ങനെ നിറഞ്ഞ് നിൽക്കുക. ഇപ്പോൾ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ? നിറഞ്ഞു നിൽക്കുന്ന വെളുപ്പല്ലാതെ ഇപ്പം എന്തെങ്കിലും നമുക്ക് കാണാനുണ്ടോ? ഒന്നും ഇല്ല. ഇത് കാണാൻ സാധിച്ചാൽ ഇത് കണ്ടിരിക്കുക മാത്രമേ നമുക്ക് ഭാഗ്യം ചെയ്യേണ്ടതുള്ളൂ.
ഇതിനെ കണ്ടാൽ തന്നെ എന്തായി, ഭഗവാന്റെ സ്വരൂപം നമ്മുടെ മനസ്സിൽ നിറയും. അപ്പോൾ 2 കാലം. പിന്നെയോ ശ്രുതി വിഷയ ഗുണം. ശ്രുതി വിഷയത്തിന് ഗുണമാണ്. ശ്രുതി എന്നതുകൊണ്ട് വേദം, ത്രയീ, സംഗീതം, നാദം. നാദം എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് വന്ന വലിയ വലിയ സൈദ്ധാന്തികന്മാർ പറയുന്ന രീതിയിലാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ആപ്തന്മാർ പറയുന്ന രീതിയിലാണെങ്കിൽ തന്നെ, പരാ, പശ്യന്തി, മധ്യമാ, വൈഖരി, 4 തരത്തിലുള്ള ശബ്ദങ്ങൾ. പരാ, പശ്യന്തി, മധ്യമാ, വൈഖരി. ഇനി അതല്ലെങ്കിലോ സംഗീതം ഉണ്ടാവണമെങ്കിൽ അതിന് സാഹിത്യം വേണം. അപ്പോൾ സാഹിത്യസ്വരൂപൻ, സംഗീതസ്വരൂപൻ, നാദസ്വരൂപൻ, നാമസ്വരൂപൻ, വേദസ്വരൂപൻ. ഇപ്പം ഭഗവാനല്ലാതെ എന്താ നമുക്ക് കാണാനുള്ളത്? ഭഗവാനെ അല്ലാതെ മറ്റൊരു രൂപം എന്താണ് നമുക്ക് കാണാനുള്ളത്? വാക്കും അർത്ഥവും പ്രവൃത്തിയും പൊരുളും ഭഗവാനല്ലാതെ നമ്മുടെ മുന്നിൽ ഇപ്പം എന്താണുള്ളത്? നിറഞ്ഞു നിൽക്കുന്ന കീർത്തിയോടുകൂടിയ, വെളുപ്പോടുകൂടിയ പ്രപഞ്ചം. അവിടെ വേദസ്വരൂപൻ, നാദസ്വരൂപൻ, നാമസ്വരൂപൻ, വിശ്വരൂപൻ, വിശ്വാകാരൻ, വിശ്വമൂർത്തി, ഇങ്ങനെയുള്ള ഭഗവാനെ അല്ലാതെ എന്താണ് നമുക്ക് കാണാനുള്ളത്? ഇനിയോ ഈ 2 എന്നുള്ളതുകൊണ്ട് താളവും കിട്ടി. ഒറ്റയ്ക്ക് ഇങ്ങനെ താളാവില്ല. അപ്പം നമുക്ക് ശബ്ദം കേൾക്കില്ല. 2 കൈ ഉണ്ടാകുമ്പോഴേ എന്ത് കേൾക്കുള്ളൂ? ശബ്ദം കേൾക്കുള്ളൂ. അപ്പം താളം, ഈ താളം നഷ്ടപ്പെട്ടാൽ ജീവിതം നഷ്ടപ്പെട്ടു. അപ്പം താളം നിലനിർത്താൻ ഒറ്റ ആൾക്കേ ഈ ലോകത്ത് അധികാരമുള്ളൂ. ആർക്കാ? ആ സാക്ഷാൽ താളലയാശ്രയമൂർത്തിയായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ ഭഗവാന് മാത്രം. അപ്പം നമുക്ക് ജീവിതം നിലനിൽക്കാൻ, നമ്മുടെ താളം നിലനിർത്താൻ ആരെ കൊണ്ടേ സാധിക്കൂ? സാക്ഷാൽ വേദസ്വരൂപനായിരിക്കുന്ന, നാദസ്വരൂപനായിരിക്കുന്ന, നാമസ്വരൂപനായിരിക്കുന്ന, ശബ്ദസ്വരൂപനായിരിക്കുന്ന, സംഗീതസ്വരൂപനായിരിക്കുന്ന, സാഹിത്യസ്വരൂപനായിരിക്കുന്ന, താളസ്വരൂപനായ സാക്ഷാൽ താളലയാശ്രയാത്മകമായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപമായ അഷ്ടമൂർത്തി മഹേശ്വരൻ മമ്മിയൂരപ്പൻ. നമ്മൾ മമ്മിയൂരപ്പൻ എന്ന് വീണ്ടും വീണ്ടും പറയണത് മഹാകാളക്ഷേത്രത്തിലും രാമേശ്വരത്തും എല്ലാം ഒന്നാണ്. നമുക്ക് അവിടേക്ക് പോകാൻ കഴിയുന്നവരുണ്ട്, പോകാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ പോകാൻ പറ്റാത്തവർ എനിക്ക് അവിടേക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊന്നും വിഷമിക്കേണ്ട. ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അത് നമുക്ക് നമ്മുടെ മനസ്സ് ഉറപ്പിക്കുന്നിടത്താണ് കാര്യം. ഏത് വിഷയത്തിലും മനസ്സ് ഉറപ്പിടിക്കുന്നിടത്താണ് കാര്യം. എന്താ കാരണം? മനോഹി ഹേതു സർവേഷാം ഇന്ദ്രിയാണാം പ്രവർത്തനേ. എന്ത് പ്രവൃത്തി ചെയ്തോളൂ, മനസ്സിനെ അവിടെ ഉറപ്പിക്കണം. ആ മനസ്സിൻ്റെ ഉറപ്പാണ് ബാക്കിയെല്ലാം. കാരണം എന്താ? മനഹാഹി ഹേതു, മനസ്സാണ് ഹേതു. എന്തിന്? ഇന്ദ്രിയാണാം പ്രവർത്തനേ. നമുക്ക് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്കും തന്നെ ബോധ്യം വരണം. അവിടെ എന്ത് വേണം? മനസ്സിനെ അവിടെ സമർപ്പിക്കണം. ഈ സമർപ്പണമാണ് സത്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. സമർപ്പണം എന്ന് പറയുന്നത് ഈശ്വരനിൽ ലയിക്കുക. ഈശ്വരനും താനും വേറെയാണ്. ഞാനിപ്പോൾ ഈശ്വരനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, ഞാനിപ്പോൾ ഈശ്വരൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്നുള്ള ഭേദങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ സമർപ്പണമില്ല. ഞാനും ഈശ്വരനും ഒന്നാകുന്ന, ഞാനും ഈശ്വരനും രണ്ടല്ല ഒന്നാണ് എന്ന ഈ തിരിച്ചറിവിൽ നിന്നാണ് അതൊന്നാകുന്നൊരവസ്ഥയാണ് സമർപ്പണം.
അതെപ്പോഴേ ഉണ്ടാവുള്ളൂ? മനസ്സിൻ്റെ സംയോഗത്തിൽ, മനസ്സിൻ്റെ സമർപ്പണത്തിലേ അതുണ്ടാവുള്ളൂ. മനോഹിഹേതു സർവേഷാം ഇന്ദ്രിയാണാം പ്രവർത്തനെ. അപ്പോൾ അങ്ങനെയുള്ള അഷ്ടമൂർത്തി സ്വരൂപനെ നമ്മൾ സദാ നാമത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഭഗവാൻ ഏത് രൂപത്തിലാണ്? പിന്നെ ഭഗവാൻ യോഗിയുടെ രൂപത്തിലാണ്. യോഗി എന്ന് പറഞ്ഞാൽ അർദ്ധനാരീശ്വര സങ്കല്പത്തോടുകൂടി പാർവതിയോടുകൂടി ഇരിക്കുന്നവനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴും ഭഗവാൻ യോഗിയാണ്. അതായത് പത്മപത്രമിവ അഭസ, വെള്ളത്തിൽ താമരയുടെ ഇല നിൽക്കും. താമര ഇലയുടെ അടിയിൽ വെള്ളമാണ്, മുകളിലും വെള്ളമാണ്. പക്ഷെ എന്തില്ല? താമരയുടെ ഇല ചീയുന്നില്ല, അതിൽ വെള്ളം പറ്റി പിടിക്കുന്നില്ല. അതുപോലെയാണ് ഭഗവാൻ. പാർവതിയോടുകൂടി പ്രേമണ ശരീരാർത്ഥ ഹരം ഹരസ്യ, പ്രേമം കൊണ്ട് ഭഗവാന്റെ സ്വരൂപത്തെ പകുതി ഹരിച്ച ആളാണ് പാർവതി. ഭവാനിയുടെ പതിയുമാണ്, ഭവാനിയുടെ പതിയാണ് പാർവതി, ഭവാനിപതിയുമാണ്. സ്നേഹം കൊണ്ട് ശിവന്റെ സ്വരൂപത്തെ പകുതി ഹരിച്ച ആളാണ്. അങ്ങനെയുള്ളപ്പോഴും എന്താണ്? യോഗിയാണ്. യോഗിയാണെന്ന് മാത്രവുമല്ല, യോഗികൾക്കെല്ലാം ആശ്രയ കേന്ദ്രവുമാണ്. യോഗിയാണെന്ന് മാത്രവുമല്ല, യോഗികൾക്കെല്ലാം ആശ്രയ കേന്ദ്രവുമാണ്. യോഗികൾക്ക് മാത്രമാണോ? അല്ല, എല്ലാവർക്കും. സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഈ ദുരിതങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരത്തിനും ആശ്രയിക്കാൻ ഒരു തൃപ്പാദങ്ങളെയുള്ളൂ, അത് ഭഗവാന്റെ കാലടികളാണ്. അദ്ദേഹം കാലാരിയാണ്. ആര്? ഭഗവാൻ മഹേശൻ കാലാരിയാണ്. കാലാരി? പണ്ട് മാർക്കണ്ഡേയൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഉണ്ണി മൃഗണ്ടു മഹർഷിയിലുണ്ടാവുന്നതാണ് മാർക്കണ്ഡേയൻ. അപ്പോൾ വളരെ കാലത്തെ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് മാർക്കണ്ഡേയൻ എന്ന ഉണ്ണി ഉണ്ടാവുന്നത്. അപ്പോൾ മാർക്കണ്ഡേയൻ ഉണ്ടാവുമ്പോൾ തന്നെ ഭഗവാൻ മൃഗണ്ടു മഹർഷിയോട് ചോദിച്ചു, നിനക്ക് അനവധി ആയുസ്സുകളോടുകൂടിയ സർവ്വതോധിവാസങ്ങളും ഉള്ള ഒരു കുഴപ്പം പിടിച്ച മകനെ വേണോ, അതോ 16 വയസ്സ് വരെ ജീവനുള്ള ആയുസ്സുള്ള സൽകീർത്തിമാനായ പുത്രനെ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ മൃഗണ്ടു മഹർഷി പറഞ്ഞു, എനിക്ക് 16 വയസ്സ് വരെയുള്ള സൽകീർത്തിയുള്ള പുത്രൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മൃഗണ്ടു മഹർഷിക്ക് മാർക്കണ്ഡേയൻ എന്ന് പറയുന്ന പുത്രൻ ഉണ്ടായി. അപ്പോൾ ഓരോ ദിവസവും ഉണ്ണിയുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ആഘോഷിച്ചു കഴിഞ്ഞാൽ മൃഗണ്ടു മഹർഷിക്ക് പിന്നെ ദുഃഖമാണ്. ഇപ്പോൾ ഒരു ദിവസം ഇങ്ങനെ 15 വയസ്സ് കഴിഞ്ഞ് 16ാമത്തെ വയസ്സിലും ഇതുപോലെ ദുഃഖം കണ്ടപ്പോൾ മാർക്കണ്ഡേയൻ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇന്ന് 16 വയസ്സ് തികയുന്ന ദിവസമാണ്, 16 വയസ്സ് വരെയാണ് നിനക്ക് ആയുസ് എന്ന് പറയുമ്പോൾ ഉണ്ണി മാർക്കണ്ഡേയൻ പറയും, അച്ഛൻ വിഷമിക്കണ്ട, ലോകത്ത് എല്ലാ പാശങ്ങളെയും ബന്ധിക്കാൻ, എല്ലാ പാശങ്ങളെയും ഖണ്ഡിക്കാൻ, എല്ലാ പാശങ്ങളെയും മറികടക്കാൻ കഴിവുള്ള ഒറ്റ ആളേ ഉള്ളൂ. ആരാണ്? അത് ഈശനാണ്. അത് സാക്ഷാൽ പരമേശ്വരനാണ്, സാക്ഷാൽ ജഗദീശ്വരനാണ്, സാക്ഷാൽ ദിഗംബരനാണ്. അങ്ങനെയുള്ള ഈശൻ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് നേരെ ചെന്ന്
ശിവലിംഗത്തിൽ ഭഗവാനെ കെട്ടിപ്പിടിച്ച് ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കാലൻ അദ്ദേഹത്തിന് മാർക്കണ്ഡേയനെ കൊണ്ടുപോകേണ്ട സമയമായി. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ പുറത്ത് കയറി വന്ന് അദ്ദേഹത്തിൻ്റെ കയറ് പാശം അങ്ങോട്ട് എറിയുകയും മാർക്കണ്ഡേയനും ശിവനും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്താണ്. മാർക്കണ്ഡേയൻ ശിവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് കാലൻ കയറ് എറിഞ്ഞു. അപ്പം എന്ത് സംഭവിച്ചു? ആ കയറ് ശിവനെയും മാർക്കണ്ഡേയനെയും കൂടി അങ്ങോട്ട് ബന്ധിച്ചു. കാലൻ എന്താ വേണ്ട നിശ്ചലാവസ്ഥയായി. വലിക്കാൻ പറ്റില്ല. വലിച്ചാൽ തൻ്റെ തന്നെ യജമാനനെ കൂട്ടി വലിക്കലാണ്. എന്നാൽ ഉണ്ണിയെ കൊണ്ടുപോകേണ്ട സമയവുമായി. അപ്പോൾ ഭഗവാന് കാര്യം മനസ്സിലായി. ഭഗവാൻ കാലൻ്റെ കഥ കഴിച്ചു. അന്ന് മുതൽ ഭഗവാൻ ആരായി? കാലാരിയായി, കാലാന്തകനായി. അല്ലേ? കാലൻ്റെ ദർപ്പത്തെ നശിപ്പിക്കുന്നതിനായി. എന്താ കാലൻ്റെ ദർപ്പത്തെ നശിപ്പിച്ച്? തൻ്റെ ഭക്തനായ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ വന്നു. തൻ്റെ ഭക്തനെ കൊണ്ടുപോകാൻ ആർക്കേ അധികാരമുള്ളൂ? തനിക്ക് അധികാരമുള്ളൂ. അവിടെ കാലനാണെങ്കിലും കൊണ്ടുപോകാൻ അധികാരമുണ്ട് എന്ന് വിചാരിച്ചു വന്നാൽ പറ്റില്ല. അങ്ങനെ പ്രേമസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ആരെ രക്ഷിച്ചു? മാർക്കണ്ഡേയനെ രക്ഷിച്ചു. തൻ്റെ മരണമാകുന്ന കയറിൽപ്പെട്ട മാർക്കണ്ഡേയനെ പോലും ഭഗവാൻ രക്ഷിച്ചുവെങ്കിൽ നമുക്കിനി മറ്റെന്തിനെയാണ് ആശ്രയിക്കേണ്ടത്? നമ്മൾ എന്തിനാണ് ഓടിപ്പാഞ്ഞ് സർവ്വദിക്കിലും പോയി ആരെന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടി നടക്കണം? എന്തിനാണ്? നമ്മളെ രക്ഷിക്കാൻ ഒരൊറ്റ രക്ഷ്യപുരുഷനേയുള്ളൂ, ഒരൊറ്റ യജ്ഞപുരുഷനേയുള്ളൂ, ഒരൊറ്റ സാക്ഷിയുള്ളൂ. അത് ഭഗവാനാണ്. അത് വിശ്വരൂപനായിരിക്കുന്ന, ചൈതന്യസ്വരൂപനായിരിക്കുന്ന, സംഗീതസ്വരൂപനായ, നാദസ്വരൂപനായ, നാമസ്വരൂപനായ, വേദസ്വരൂപനായ, ദിക്സ്വരൂപനായ, ദിഗംബരനായ ആ ഭഗവാനേ ഉള്ളൂ. ഇനി കഴിഞ്ഞില്ല. താളം എന്നുള്ളത് കൊണ്ട് എന്ത് കിട്ടി? താളവും സംഗീതവും മാത്രമായാൽ മതിയോ? ഇത് രണ്ടുകൊണ്ട് എന്ത് കിട്ടി? അദ്ദേഹം നടരാജനാണ്. നടരാജൻ എന്ന് പറഞ്ഞാലോ അതിമനോഹരമായിട്ട് നൃത്തം ചെയ്യും. ആര്? ഭഗവാൻ. നൃത്തം എന്ന് പറഞ്ഞാൽ ലോകത്തിനെ മുഴുവൻ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ താളം പിടിക്കാനും പാട്ട് പാടാനും നൃത്തം ചെയ്യാനും കൂടെയുള്ളവരെ നൃത്തം ചെയ്യിക്കാനും കഴിയുന്ന ആളാണ് ആര്? ഭഗവാൻ. അതിൽ അതിഗംഭീരമായൊരു ഒരു ഭംഗി അതിലുണ്ട് കേട്ടോ. എന്താണെന്നറിയും? ഭഗവാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ തിരുനെറ്റിയിൽ അമ്പിളിക്കല ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ തേജസ് ഇങ്ങനെ നിറച്ചിങ്ങനെ ഒഴുക്കി വിട്ട് പ്രദോഷസന്ധ്യയ്ക്ക് നൃത്തം ചെയ്യാൻ പുറപ്പെടുകയാണ്. അപ്പോൾ ഈ നൃത്തം ചെയ്യാൻ പുറപ്പെടുമ്പോൾ ഭഗവാൻ എന്ത് വേണം? ഗജാസുരനെ കൊന്ന ചോര ഇറ്റിറ്റ് വീഴുന്ന ആ ആനത്തോല് വേണം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആനത്തോലമ്പിളിത്തെല്ല്. ആ ആനത്തോല് വേണം. അപ്പം ഈ ആനത്തോല് കൊടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതിൽ ചോര ഇറ്റ് വീഴല്ലേ. ഇപ്പോൾ പാർവതിക്ക് പേടി, കാരണം ചോരയിലേറ്റ് വീണത്. ഭഗവാനിത് വളരെ ഹാസ്യവും വളരെ രസകരവുമാണ്. പക്ഷെ പാർവതിക്ക് ഇത് കാണുമ്പോൾ ഒരു ഭയം. അപ്പം ഈ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ ഏതൊക്കെ രീതിയിലാണ് ഓരോരുത്തർക്കും വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ആർക്കും പറയാറില്ല. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ നൃത്തം ചെയ്യാൻ വേണ്ടി മഹാകാല ക്ഷേത്രത്തിൽ ഭഗവാൻ തൻ്റെ സന്ധ്യയ്ക്ക് നൃത്തം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന സമയം. ഈ പ്രദോഷസന്ധ്യ അതിക്കേമാട്ടോ. പ്രദോഷസന്ധ്യ എന്ന് പറയുന്നത് സർവ്വദുരിതങ്ങളും മറ്റ് പല പദങ്ങളും ദിവസങ്ങളും നാഴികകളും പലതും വ്രതമായിട്ട് എടുക്കേണ്ടി വരുമ്പോൾ പ്രദോഷസന്ധ്യയ്ക്ക് പ്രദോഷത്തിന് മാത്രം വ്രതമെടുത്താൽ മതി.
സ്വർഗ്ഗമാണ്. പിന്നെ വേറെ ഒന്നും നോക്കണ്ട. പ്രദോഷമുള്ള സമയത്ത് ഭഗവാനെ സ്തുതിക്കുക, ആ പ്രദോഷത്തിന് വ്രതമെടുക്കുക, ആയ തന്നെ സ്വർഗ്ഗമായി, മോക്ഷമായി. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ നൃത്തം ചെയ്യാൻ പുറപ്പെടും. അപ്പോൾ നൃത്തം ചെയ്യാൻ വേണ്ടി ആനത്തോല് നോക്കുമ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ പാർവതിക്ക് പേടി. എന്താ വേണ്ടെന്ന് വെച്ചില്ലാണ്ടാണ് നിൽക്കുമ്പോൾ ഭഗവാൻ അറിയാതെ തന്നെ ഈ തൻ്റെ കയ്യിലും ശരീരത്തിലും ചുറ്റും നിറച്ച് അതിൻ്റെ സ്വരൂപത്തിൽ നല്ല സന്ധ്യാരുണൻ. നമ്മളെ കണ്ടില്ലേ, രാവിലെ ഉദിച്ചു വരുമ്പോഴും വൈകുന്നേരം അസ്തമിക്കുമ്പോഴും സൂര്യൻ എങ്ങനെയാണ്? നല്ല ചുമന്ന് തൊടുത്ത് അതിമനോഹരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ ഭഗവാന്റെ പിന്നിൽ ഇത് തിരുനെറ്റിന്ന് അമ്പിളിത്തെല്ലിൻ്റെ ശോഭ, പിന്നിൽ അതിമനോഹരമായ സൂര്യൻ അരുണവർണ്ണത്തോടു കൂടി ജ്വലിച്ച് നിൽക്കുമ്പോൾ മേഘം ഒപ്പം അരുണവർണ്ണത്തോടു കൂടി തെളിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഭഗവാന്റെ കയ്യിൽ നിജാസുരനെ കൊന്ന ആനത്തോല് പോലെ ഇങ്ങനെ ശോഭിക്കും. ചോരറ്റ് വീഴുന്ന ആ പ്രതീകം പോലെ ഇങ്ങനെ തോന്നുകയാണ്. അപ്പോൾ പാർവതിക്ക് അതികമായിട്ട് ഇഷ്ടമായി. കാരണം എന്താ, ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ചോരറ്റ് വീഴുന്ന ആനത്തോല് വന്ന് പെട്ടു എന്ന് ഭഗവാനും സന്തോഷമായി. എന്നാൽ അതല്ല എന്നുള്ള സത്യത്തിൽ ചോരറ്റ് വീഴാതെ തന്നെ പാർവതിക്കും ഇഷ്ടമായി. കാരണം പേടിക്കാണ്ട് ഭഗവാന്റെ കൂടെ നൃത്തം ചെയ്യാം. അപ്പോൾ പാർവതി ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് ഇതിൻ്റെ കാരണം എന്ന്. ആലോചിക്കുമ്പോഴാണ് നല്ല സന്ധ്യാരുണവർണ്ണമായിരിക്കുന്ന മേഘമാണ്. ഉടനെ പാർവതി മേഘത്തെ അനുഗ്രഹിക്കുകയാണ്. നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ, നിൻ്റെ ഇച്ഛനുസരിച്ച്, നിനക്ക് ആഗ്രഹിക്കുന്ന രൂപത്തിൽ സ്വച്ഛന്തം വിഹരിച്ചോളാൻ വേണ്ടി, സഞ്ചരിക്കാൻ വേണ്ടി മേഘത്തിന് അനുഗ്രഹം കിട്ടി. മേഘം കാമരൂപം മഖോനനാണ്. തൻ്റെ ഇഷ്ടം പോലെ രൂപം പ്രാപിക്കാൻ കഴിയുന്നവനാണ് മേഘം. അത് പാർവതിയുടെ അനുഗ്രഹം കൊണ്ട് സിദ്ധമായിട്ടുള്ളതാണ്. ഭഗവാനും ഇഷ്ടമായി. കാരണം എന്താ, പാർവതിയെ ഭയപ്പെടുത്താതെ തന്നെ ഇന്ന് നൃത്തം ചെയ്യാനുള്ള തൻ്റെ കോപ്പുകൾ തൻ്റെ ശരീരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്ത് മനോഹരമായ ഒരു രംഗമാണ് നോക്കും. അപ്പോൾ മേഘത്തിന് താൻ അറിയാതെ തന്നെ തൻ്റെ അനുഗ്രഹം ബന്ധപ്പെട്ടു. ദേവി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ദേവനും അനുഗ്രഹിച്ചു എന്നത് അനുക്തസിദ്ധമാണ്. അത് വേറെ പറയേണ്ടതില്ല. അങ്ങനെ ആ അതിമനോഹരമായിരിക്കുന്ന അനുഗ്രഹം ബന്ധപ്പെടുകയാണ്. മേഘം അത്ഭുതപ്പെട്ടു. ഈ ചെറിയ ഈയുള്ളവന് പോലും അറിയാതെ ഭഗവാനിൽ നിന്ന് അപരിമിതമായിരിക്കുന്ന അളക്കാൻ കഴിയാത്തത്ര അനുഗ്രഹം ബന്ധപ്പെട്ടു. അപ്പം നമ്മളും അതറിയാണ്ട് തന്നെ ബന്ധപ്പെട്ടതാണ്. അപ്പം നമ്മളും ഭഗവാനെ സേവിച്ചാൽ, ഭഗവാനെ സ്തുതിച്ചാൽ, അറിഞ്ഞും അറിയാതെയും അതിൽ തന്നെ ലയിച്ചാൽ ആ ജ്ഞാനസ്വരൂപൻ, ആ നടരാജമൂർത്തി നമ്മളെ അനുഗ്രഹിക്കും. ഇങ്ങനെ എത്ര കഥകളാണ് ഭഗവാനെ കുറിച്ച് പറയാനുള്ളത്. ഇത് പറഞ്ഞാൽ അവസാനിക്കലുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഭഗവാനെ കുറിച്ച് 100 കഥകൾ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഭഗവാനെ കുറിച്ച് 1000 കഥകൾ പറഞ്ഞു. ഭഗവാന്റെ കഥയൊക്കെ കഴിഞ്ഞു, ഇനി എനിക്കൊന്നും വർണ്ണിക്കാനില്ല. അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഭഗവാനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ച് നടക്കുക എന്നല്ലാണ്ട്. എനിക്കിപ്പോൾ കടലിൽ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ കടലിൽ പോയിട്ട് വെള്ളം കൊണ്ടുവരാൻ തീരുമാനിച്ചു. കടലിൽ വെള്ളം കൊണ്ടുവരാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോയ പാത്രത്തിൽ എത്ര വലിപ്പമുണ്ടെന്ന് വെച്ചാൽ ആ വലിപ്പത്തിനനുസരിച്ച് കടലിലെ വെള്ളം എടുക്കാനേ പറ്റുള്ളൂ. കടലിലെ വെള്ളം മുഴുവൻ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, നമ്മൾ കൊണ്ടുപോയ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ചെറിയ കുപ്പിയാവാം, വലിയ കുപ്പിയാവാം, ബക്കറ്റാവാം, ഒരു ചെമ്പാവാം. അതിനനുസരിച്ച് എത്രയാണോ വെള്ളം അത് ഉൾക്കൊള്ളാൻ പറ്റും. എന്നാൽ കടലിലെ വെള്ളം പറ്റുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഭഗവാൻ. ഭഗവാൻ അങ്ങനെയാണ്. ഭഗവാൻ
അവസാനിക്കുന്നുണ്ടോ? 1000 കഥകളെ കൊണ്ട് ഭഗവാനെ അവസാനിപ്പിക്കാൻ പറ്റുമോ? 10000 കഥകളെ കൊണ്ട് പറ്റുമോ? ഇല്ല. വേദം മുഴുവൻ ചൊല്ലി 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 സഹസ്രാവർത്തി ചെയ്താലും ഭഗവാന്റെ ചൈതന്യത്തെ മുഴുവൻ വർണ്ണിച്ച് അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് അവസാനമില്ല. കാരണം അത് അനന്തമാണ്, അതിന് അവസാനം ഇല്ല. അങ്ങനെയുള്ള സ്വരൂപമാണ് അഷ്ടമൂർത്തി സ്വരൂപം. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിറഞ്ഞ, സൂര്യചന്ദ്രന്മാരെ കൊണ്ട് നിറഞ്ഞ, യജമാനനാകുന്ന യജമാനത്തിയോട് കൂടിയ ആ അഷ്ടമൂർത്തി സ്വരൂപം അങ്ങനെയുള്ളതാണ്. ദിഗംബരൻ, ദിക്ക് മുഴുവൻ വ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ദിഗംബരനാണ്, വിശ്രുത കീർത്തിയോട് കൂടിയവനാണ്. ദിക്ക് മുഴുവൻ നിറഞ്ഞു, ലോകം മുഴുവൻ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വം മുഴുവൻ വ്യാപിച്ചവനാണ്. വിശ്വം വ്യാപ്യ, വിശ്വം മുഴുവൻ നിറഞ്ഞവൻ, വിശ്വസ്വരൂപൻ. ശിവസ്വരൂപൻ തന്നെയാണ് വിശ്വസ്വരൂപൻ. ശിവസ്വരൂപൻ എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് കിട്ടി? നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടറിയോ? നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടറിയോ? ശിവം ഉള്ളത് കൊണ്ടാണ്. ശിവം ചൈതന്യം ഉള്ളത് കൊണ്ടാണ്. ശിവം ഉള്ളത് കൊണ്ടാണ്, ചൈതന്യം ഉള്ളത് കൊണ്ടാണ് നമുക്കെല്ലാം ഇവിടെ ഇരിക്കാനും വർത്തമാനം പറയാനും ഓടാനും ചാടാനും കളിക്കാനും കുളിക്കാനും പാടാനും ഒക്കെ പറ്റണത് ശിവം ഉള്ളത് കൊണ്ടാണ്. ശിവം പോയാൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പം ശിവം പോയാൽ കഴിഞ്ഞു. അപ്പം ആ ശിവം, അങ്ങനെയുള്ള ശിവം എന്ന് പറഞ്ഞാലോ ചൈതന്യം, നല്ലതിനെ ചെയ്യുന്നത്, മനോഹരമായിട്ടുള്ളത്, സാധാരണക്കാരുടെ ചിന്തകൾക്കും അതീതമായിട്ടുള്ളത്, അലൗകിക ചിന്തയ്ക്ക് മാത്രം ഹേതുവായിട്ടുള്ളത്. ഇങ്ങനെ 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 എന്തൊക്കെ വാക്കുകളെ കൊണ്ടാണ് പറയേണ്ടത്? നമുക്ക് നമ്മുടെ കയ്യിലുള്ള വാക്കുകളെ കുറിച്ച് എടുത്ത് അമ്മാനമാടാം എന്നല്ലാണ്ട് അതൊക്കെ കഴിഞ്ഞാലും ആ അരൂപൻ, സ്വരൂപൻ, നിർഗുണൻ, നിഷ്കളൻ, നിഷ്കാമൻ, അങ്ങനെ എന്തെന്തെന്തെന്നില്ലാത്ത ആ സ്വരൂപം, ആ ചൈതന്യം അപ്പോഴും അങ്ങനെ അവിടെ ജ്വലിച്ച് ജ്വലിച്ച് നിൽക്കും. അതിനവസാനം ഇല്ല, അതിന് അന്ത്യം ഇല്ല. നമ്മുടെ വാക്കുകൾ നമുക്ക് സമയമായാൽ നിർത്താം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റണത് കഴിഞ്ഞാൽ നിർത്താം എന്നല്ലാണ്ട് ചൈതന്യത്തിൻ്റെ ശോഭയോ ചൈതന്യമോ അവസാനിക്കുന്നില്ല. അതപ്പോഴും അതുപോലെ അവിടെ നിലനിൽക്കും. അപ്പോൾ അത് മനോഹരമാവാൻ എന്ത് വേണം? മനസ്സിനെ സമർപ്പിക്കണം. ആ മനസ്സിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭക്തി പൂർണ്ണമായി. ഭക്തി എന്ന് പറയുന്നത് എന്താണ്? മനസ്സിൻ്റെ സമർപ്പണമാണ്. ആ മനസ്സിനെ സമർപ്പിച്ചാൽ ഭക്തി പൂർണ്ണമായി. മറ്റൊന്നും ചെയ്യാൻ ഇല്ല. പിന്നെങ്ങനെയാണ് ഭഗവാന്റെ സ്വരൂപം? ഗംഗാ കല്ലോലമാല ഭുജഗവര ജടാമാലികാ ചന്ദ്രലേഖ ശ്രീമൽഭൂഷാ കപാലാവലി മണിമകുടം ചന്ദ്രസൂര്യാഗ്നിനേത്രം ക്ഷേളഗ്രൈവേയരത്നം പരശുമൃഗകപാലം പിനാക കരാഗ്രേ വക്ഷോഭാഗ്യസ്ഥിമാല ലസദജിനദുകൂലം മഹാനൂപുരാഗ്നി. ഇതൊക്കെ നമുക്കറിയണതാണ്. കടുന്തുടി, ആനത്തോല്, പുലിത്തോല്, കണ്ണിൽ സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകൾ, ത്രിനേത്രം, തലയിൽ നിന്നൊഴുകുന്ന ഗംഗ, ത്രിശൂലം, ഡമരു, കടുന്തുടി, തുടയിൽ ഒരു തുടയിൽ ഗണപതി, മറ്റേ തുടയിൽ സുബ്രഹ്മണ്യൻ. ഏതൊക്കെ രീതിയിലാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നെറ്റിയിൽ തീയ, മനോഹരമായിരുന്ന നമുക്ക് ആലോചിച്ചാൽ അത്ഭുതം തോന്നും അല്ലേ? നെറ്റിയിൽ തീയ, തലയിൽ വെള്ളം, കഴുത്തിൽ മുഴുവൻ പാമ്പ്,
പാമ്പ് കൊണ്ട് നടക്കുന്നത് വായു, കഴുത്തിൽ കാളകൂടം വിഷം. നീലകണ്ഠനല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകം മുഴുവൻ നശിക്കുമെന്നൊരവസ്ഥ വന്നപ്പോൾ പാലാഴിങ്ങനെ കടഞ്ഞിട്ട് ആദ്യം പുറത്തേക്കുന്നത് കാളകൂടം വിഷമാണ്. അത് ഭൂമിയിൽ വീണാൽ ലോകം മുഴുവൻ നശിക്കും. ഒരു മടിയുണ്ടായില്ല തൻ്റെ ലോകത്തെ സംരക്ഷിക്കാൻ, താനാകുന്ന ലോകത്തെ സംരക്ഷിക്കാൻ ഒരു വിഷമം ഉണ്ടായില്ല. അതുകൊണ്ട് എടുത്തു, കഴിച്ചു. അപ്പം എന്തായി? അതിറക്കിയാൽ ഭഗവാൻ മരിക്കും, പുറത്തേക്കാക്കിയാൽ ഭൂമി നശിക്കും. വായും കെട്ടി, കഴുത്തും കെട്ടി. കാളകൂടെ എവിടെ നിറഞ്ഞു? കഴുത്തിൽ നിറഞ്ഞു. അപ്പോൾ ശിതികണ്ഠൻ, കാളകണ്ഠൻ, കാളകൂടം കഴുത്തിൽ, നീലലോഹിതൻ, നീലകണ്ഠൻ കഴുത്തിൽ അവിടെ നിലനിർത്തി, ലോകത്തെ സംരക്ഷിച്ചു. കാരണം വിശ്വത്തോട്, ലോകത്തോട് പ്രേമമുള്ളവനാണ്, പ്രണയമുള്ളവനാണ്. ലോകം മുഴുവൻ തൻ്റെ ചൈതന്യങ്ങളാവുന്ന ജീവനോടുകൂടിയതാണ്. അപ്പം അതുകൊണ്ട് ലോകത്തെ സംരക്ഷിക്കേണ്ടത് തൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പം ലോകത്തെ സംരക്ഷിക്കാൻ കാളകൂടത്തെ മടങ്ങി. ഇങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ഭഗവാൻ നമ്മളെ സന്തോഷിപ്പിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നത്. ജ്ഞാനസ്വരൂപൻ, ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലുള്ള ജ്ഞാനസ്വരൂപൻ ഭഗവാൻ തന്നെയാണ്. സർവർക്കും ആശ്രയമാണ്. എന്താണ് നമുക്ക് അറിയേണ്ടത് എന്ന് വിചാരിച്ചാൽ അത് ഉള്ളിൽ തോന്നണേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചാൽ അദ്ദേഹം തൻ്റെ മൗനം കൊണ്ട്, മുമ്പിൽ നമസ്കരിച്ച ആൾക്ക് അനവധി കാര്യങ്ങൾ ഉപദേശിക്കണമെന്നില്ല, തൻ്റെ ആ ജ്ഞാനസ്വരൂപം കൊണ്ട്, തൻ്റെ മൗനം കൊണ്ട് പോലും തൻ്റെ ഭക്തൻ്റെ സന്ദേഹത്തെ, സംശയത്തെ ദൂരീകരിക്കുന്നവനാണ് ആര്? ഭഗവാൻ. ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ മാർക്കണ്ഡേയന്. ഇനിയോ സ്വർഗലോകത്ത് ദേവൻ്റെ സഭ നടക്കുകയാണ്. ആ സ്വർഗലോകത്തെ സഭ നമ്മളൊന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ വലുതായിട്ടൊന്ന് കാണണം കേട്ടോ. അപ്പോൾ നടക്കുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ അദ്ദേഹം തൻ്റെ ചുറ്റുമിരിക്കുന്ന മുനിമാർ, യക്ഷന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, ദേവന്മാർ, സനൽകുമാരന്മാർ, അനവധി ആൾക്കാർക്ക് വേണ്ട ഉപദേശങ്ങൾ ഇങ്ങനെ മൗനത്തിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുക. വേറെ സ്ഥലത്ത് സരസ്വതി ദേവി തൻ്റെ വിഭഞ്ചി എന്ന് പറയുന്ന ആ വീണയിലൂടെ ഭഗവാന്റെ സ്വരൂപങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. തൻ്റെ വീണയിലൂടെ ആരുടെ സ്വരൂപം? ഭഗവാന്റെ, മഹേശ്വരൻ്റെ സ്വരൂപം വർണ്ണിക്കുകയാണ്. ആ തുടക്കത്തിലേ പറഞ്ഞു, ഒരു സ്മര്യപുരുഷനുണ്ടെങ്കിൽ യാതൊരു രൂപത്തിൻ്റെ ഗുണം വർണ്ണിക്കാൻ ഹേതുവായിട്ടുള്ള ഒന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ, അത് ശിവൻ മാത്രമേ ഉള്ളൂ, അത് മറ്റൊന്നില്ല. അങ്ങനെയുള്ള ശിവൻ്റെ സ്വരൂപം പാർവതി ഇങ്ങനെ വർണ്ണിക്കുകയാണ്. എന്തിൽ? തൻ്റെ വിഭഞ്ചിയാകുന്ന വീണയിൽ അതിമനോഹരമായിട്ട് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അതെങ്ങനെയാണ്? ഒന്ന് നമുക്കൊന്ന് വെറുതെ ഒന്ന് കേട്ട് നോക്കാം. ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് നോക്കിക്കോളൂ കേട്ടോ. ചിലപ്പോൾ ഇഷ്ടമാവും, ഇഷ്ടമായില്ലെങ്കിൽ അതെൻ്റെ കുഴപ്പമാണ് ധരിച്ചാൽ മതി. ഇഷ്ടമായിച്ചാൽ അത് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് ധരിച്ചാൽ മതി.
നോക്കൂ, ആ വിഭഞ്ചിയാകുന്ന ആ സരസ്വതി തൻ്റെ വീണയിൽ പശുപതേഹേ കാര്യം പുനഃ പ്രസ്തുവന്തി, വീണ്ടും വീണ്ടും വർണ്ണിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ന് തുടങ്ങി ഭഗവാൻ ഉണ്ടായ കാലം മുതൽക്ക്, സരസ്വതി ഉണ്ടായ കാലം മുതൽക്ക്, ആ വീണ സരസ്വതിയുടെ കയ്യിൽ വന്ന് പെട്ട മുതൽക്ക് സരസ്വതിയുടെ പണിത വിഭഞ്ച്യ ഗായന്തി വിവിധം അപദാനം പശുപതേഹേ. പശുപതേഹേ വിവിധം അപദാനം കീർത്തി. ആ ഭഗവാന്റെ ചരിതങ്ങൾ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെ? പശുപതേഹേ. പശുപതി ആരാ? പശുപതി പശൂനാംപതി, പിനാകപാണി. ആ പിനാകം കയ്യിൽ ധരിച്ച് കൃഷ്ണസാരേ ദതചക്ഷു. ആ കൃഷ്ണസാരത്തിൻ്റെ യജ്ഞപുരുഷൻ യജ്ഞം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, യജ്ഞപുരുഷൻ ഓടിയപ്പോൾ അതിൻ്റെ പിന്നാലെ, ആ മൃഗത്തിൻ്റെ പിന്നാലെ ഓടി ആ കടുംതുടിയും ഡമരും തൃശ്ശൂലൊക്കെ പിടിച്ച് ഓടുന്ന ആ നന്ദികേശ്വരൻ്റെ കാളക്കൊമ്പിലിരുന്ന് പുറത്തിരുന്ന് ഇങ്ങനെ ഓടുന്ന ഭഗവാന്റെ കീർത്തനങ്ങൾ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടാൽ അവസാനിക്കലുണ്ടാവും, ഇത് കേട്ടാൽ മതിയാവലുണ്ടാവും. അപ്പം നിങ്ങൾക്ക് മതിയായിട്ടല്ല ഞാൻ നിർത്തിയത്. ഞാൻ നിർത്തിയപ്പോൾ നിങ്ങൾക്ക് വിഷമായി എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് ഇതൊരു ലിമിറ്റഡ് സമയം കഴിഞ്ഞാൽ നിർത്തണം എന്നുള്ളതുകൊണ്ട് അത്രയും നിർവാഹമുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരുടെ കീർത്തന വർണ്ണിക്കണത്? ഭഗവാന്റെ. അപ്പം തൻ്റെ നാഥൻ്റെ കീർത്തനം വർണ്ണിക്കുന്നത് കേട്ടാൽ ഏറ്റവും ഇഷ്ടമാർക്ക? പാർവതിക്ക്, ദേവിക്ക്, സാക്ഷാൽ മഹേശ്വരി, ത്രിപുരസുന്ദരി, അമ്മ ഭവാനീപതി, ആ സാക്ഷാൽ മഹേശ്വരിക്ക്. അപ്പം പാർവതിക്ക് അധികമായിട്ട് ഇഷ്ടമായി. കാരണം എന്താ? തൻ്റെ നാഥൻ്റെ കീർത്തനമാണ് വർണ്ണിക്കണത്. എന്തൊക്കെ കീർത്തനങ്ങൾ? മാർക്കണ്ഡേയ ചരിതം, ഗജാസുരകഥ, പിന്നെയോ ദക്ഷധ്വംസനം, താൻ തന്നെ വന്നുപെടാനിടയായ കാലാന്തകൻ, മീനധ്വജധ്വംസനം, ഇങ്ങനെ അവസാനിക്കലില്ല. അപ്പം ഇതിങ്ങനെ മാറി മാറി ഇതിങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുക. അതിപ്പോഴും അവിടെ തുടരുകയാണ്, ഇപ്പോഴും അവിടെ തുടരുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞ് സ്തുതിച്ചിട്ട് വേണം ഒരു നിമിഷം ഭഗവാനെ നമ്മളിലേക്ക് എത്തിക്കാൻ. കാരണം സരസ്വതി അവിടെ എപ്പോഴും ആ പ്രവൃത്തി അവിടെ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പം ഇത് കണ്ടപ്പോൾ ഭഗവാനും ഇഷ്ടമായി. കാരണം എന്താ? ബലേ. കാരണം ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, തൻ്റെ ഭക്ത അല്ലെങ്കിൽ തൻ്റെ കീർത്തനങ്ങളിതാ, വിശ്രുത പ്രവർത്തനങ്ങളിതാ ഒരാൾ ഇരുന്ന് ഇങ്ങനെ വർണ്ണിക്കണു. സന്തോഷം ആവട്ടെ. താൻ വേണം എന്ന് പറഞ്ഞ് ചെയ്യണമെന്നല്ല, അവരുടെ ഇഷ്ടത്തിന് ചെയ്യണതാണ് സന്തോഷം. അപ്പോൾ അത് ലോകത്തിൻ്റെ നിയമങ്ങളാണ്. സൽക്കർമ്മങ്ങൾ, സച്ചരിതങ്ങൾ, സദ്വൃത്തങ്ങളെല്ലാം ലോകത്തുള്ളവരിങ്ങനെ പാടി നടക്കും അല്ലേ? പാടി നടക്കാൻ ലോകത്ത് ഭഗവാന്റെ കഥയല്ലാണ്ട് എന്താണ് ഉള്ളത്? സച്ചരിതങ്ങളും സൽക്കർമ്മങ്ങളും അല്ലാണ്ട് ലോകത്ത് പാടി നടക്കാൻ നമുക്ക് എന്താണ് ഉള്ളത്? നമ്മൾ ആലോചിച്ചാൽ മതി, നമുക്ക് രസമായിട്ട് തോന്നും. നമുക്ക് പാടി നടക്കണം. അപ്പം പാടി നടക്കണമെങ്കിൽ എന്താ ഉള്ളത്? ലോകത്ത് ഒന്നേ ഉള്ളൂ. അതെന്താണ്? അത് ഭഗവാന്റെ കഥകളേ ഉള്ളൂ. ഏതുവരെ? അവസാനിക്കണത് വരെ. തേടി തേടി നടന്നു കാലിണ കഴക്കട്ടെ ഭവൽ കീർത്തനം പാടി അല്ലേ? പാടി നാവങ്ങോട്ട് കുഴയട്ടെ. എന്നാലും ഞാൻ എന്ത് ചെയ്യില്ല? നിർത്തില്ല. ഭവൽ കീർത്തനം പാടി എൻ്റെ ജിഹ്വാഞ്ജലം അങ്ങോട്ട് കുഴഞ്ഞോട്ടെ, സാരമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യില്ല? നിർത്തില്ല പരിപാടി. കഴിച്ചാലും മധുരിച്ചാലും മധുരിപ്പോ
വിടില്ല ഞാൻ. കഴിച്ചാലും മധുരിച്ചാലും മധുരിപ്പോ മധുരിപ്പോ. അല്ലേ ഭഗവാനെ, ഞാൻ വിടില്ല. നടന്ന് കാലണ കഴിക്കും. ഏത്? അങ്ങയെ പിന്തുടർന്ന്, അങ്ങയുടെ സൽക്കർമ്മങ്ങൾ പിന്തുടർന്ന് ഞാൻ ഇങ്ങനെ നടക്കും. അങ്ങയെ അന്വേഷിച്ച് അങ്ങയുടെ ചുറ്റും ഇങ്ങനെ നടക്കും. അവസാനം ഘട്ടം കഴിഞ്ഞാൽ കാലടിയൊന്നും ഇല്ലാണ്ടായി, നടക്കാൻ വയ്യാണ്ടായി, തളർന്ന് 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 നമ്മൾ വീഴും. അപ്പോഴെന്താ അവസാനിപ്പിക്കില്ല? ഹരേ, അങ്ങയുടെ കീർത്തനം ഞാൻ അവസാനിപ്പിക്കില്ല. അത് ഞാൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എന്താണ്? അത് മാത്രമാണ് എനിക്ക് കരണീയമായിട്ടുള്ളത്, അത് മാത്രമാണ് എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നെന്താണ് നമ്മുടെ പ്രാർത്ഥന? ഒരു പ്രാർത്ഥനയുള്ളൂ, ദുഷ്കീർത്തി ഉണ്ടാവരുത്. അല്ലേ? അനവധി സൽക്കർമ്മങ്ങൾ ചെയ്തു, സൽകീർത്തികൾ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ എന്തുണ്ടാവാൻ പാടില്ല? അകീർത്തിസ്തേ മാഭൂത് വരദ. ഹേ വരദ, അല്ലയോ വരത്തെ മാത്രം ദാനം ചെയ്യാൻ കഴിയുള്ളവനെ, ശ്രേഷ്ഠമായ ഈ ഭഗവാന്റെയൊക്കെ പ്രത്യേകത എന്താ അറിയും? കർത്തും അകർത്തും അന്യഥാകർത്തും, ചെയ്യുവാനും ചെയ്യാതിരിക്കാനും മറ്റൊന്നാക്കി ചെയ്യാനും കഴിവുള്ള ഒരു ശക്തിയേ ഉള്ളൂ. കർത്തും അകർത്തും അന്യഥാകർത്തും, അത് ഭഗവാന് മാത്രമേ പറ്റൂ. പിന്നെ അദ്ദേഹം വരദനാണ്. വരദൻ ചലം, വരദം, വരത്തെ മാത്രം കൊടുക്കാൻ കഴിയുന്നവനാണ്. വരം എന്ന് പറഞ്ഞാലോ ശ്രേഷ്ഠമായിട്ടുള്ളത്. ശങ്കരൻ എന്നാ പറയാ, അല്ലേ? ശങ്കരൻ. ശം എന്ന് പറഞ്ഞാൽ മംഗളം, മംഗളത്തെ മാത്രം കൊടുക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ മംഗളമൂർത്തിയാണ്, ശങ്കരനാണ്. ശം സമാധാനം, ശമനം, അത് തരാൻ. ആകെ തലയ്ക്ക് തീ പിടിച്ച് ഓടിപ്പാടി നടക്കുകയാണ് നമ്മൾ. ഈ ഓടിപ്പാടി നടക്കുമ്പോൾ അതിലും വലിയ തീ തലയിലുള്ള ആളാണ് ആര്? ശിവൻ. അദ്ദേഹമാണ് നമുക്ക് ശാന്തി തരുന്നത്, അല്ലേ? നമ്മൾ തലയിൽ തീ പിടിച്ച് ഓടുകയാണ്. അപ്പം തലയിൽ തീയുള്ള മറ്റൊരാളാണ് നമുക്ക് എന്ത് തരുന്നത്? ശാന്തി തരുന്നത്. നിന്റെ തലയിൽ തീ കെടുത്താൻ ഒരു നിമിഷം വേണ്ട, അതിനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ള തലയിൽ തീയായിട്ടാണ് ആര്? അമ്പിളിത്തല്ലോട് കൂടിയ ഭഗവാൻ നടക്കുന്നത്. അദ്ദേഹം ജന്മമുണ്ടെങ്കിൽ ജന്മം ഉള്ള സമയം വരക്ക് അദ്ദേഹം ആദിനാഥനായതുകൊണ്ട് അദ്ദേഹത്തിന് എന്തില്ല? അദ്ദേഹത്തിന് അന്തിയില്ല. അദ്ദേഹത്തിൻ്റെ ഇടയിൽ വീഴുന്നവർക്കെല്ലാം അന്തി കൊടുക്കാൻ അദ്ദേഹത്തിന് അന്തിഭാഗാളനാണ്. ആർക്ക്? ലോകത്ത് ജനനമുണ്ടായവർക്ക് മുഴുവൻ അവസാനത്തെ കൊടുക്കാൻ കഴിയുന്നവളാണ് ഭഗവാൻ. അദ്ദേഹത്തിന് അന്തി ഇല്ലേ ഇനി, അല്ലേ? എന്തൊരു മനോഹരമായ രസ. അന്തിഭാഗാളനാണ് അദ്ദേഹം. ആദിമനാഥനും ആദിപുരുഷനും അതിമഹാകാളനും. അദ്ദേഹത്തിന് ജനനമില്ല, പക്ഷെ അദ്ദേഹത്തിന് ശേഷം ജനനങ്ങൾ എല്ലാത്തിനും ഉണ്ട്. അദ്ദേഹത്തിന് ശേഷം ജനിച്ചതിനെ മുഴുവൻ ഇല്ലാതെയാക്കാൻ അദ്ദേഹത്തിന് പറ്റും, പക്ഷെ അദ്ദേഹത്തിന് അന്തിയും അവസാനവും ഇല്ല. അങ്ങനെയുള്ള അദ്ദേഹം ആണ് നമുക്ക് എന്ത് തരേണ്ടത്? മംഗളം തരേണ്ടത്, ശം തരേണ്ടത്. അങ്ങനെയുള്ള ശങ്കരൻ, ശിവൻ, ശിവം, സുന്ദരമായിട്ടുള്ളത്, മനോഹരമായിട്ടുള്ളത്, അതിമനോഹര സ്വരൂപത്തോടു കൂടിയവൻ. ആ പർവ്വതം കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക്. പർവ്വതത്തിൻ്റെ ഒരു വശത്തുകൂടി ഗംഗ ഇങ്ങനെ ഒഴുകുകയാണ്, ഒരു വശത്തുകൂടെ. അപ്പോൾ ഇവിടെ മുഴുവൻ വെളുപ്പ്. അപ്പോൾ ഭഗവാൻ ഭസ്മം പൂശിയതുപോലെ ഇപ്പുറത്ത് പാർവതി സ്വരൂപൻ, ഇടത്തുവശത്ത് പാർവതി സ്വരൂപൻ അർദ്ധനാരീശ്വരനായി. അപ്പോൾ അതിന് കയ്യും കാലും കണ്ണും മൂക്കും നാക്കൊക്കെ വേണം. അപ്പോൾ പർവ്വതത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പുകൾ ഇളകുമ്പോൾ അത് കൈകളെ പോലെ ഇങ്ങനെ തോന്നും ഭക്തന്. വെള്ളം ഇങ്ങനെ ഒഴുകുന്ന കണ്ടാൽ ഗംഗ ഒഴുകാണ് തോന്നും.
ഇപ്പുറത്ത് വെള്ളമൊഴുകാത്തത് കൊണ്ട് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഭസ്മഭൂഷിതനാണ് തോന്നും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൽ നിന്ന് അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ അത് ത്രിനേത്രം ഇങ്ങനെ ജ്വലിക്കണതാണ് തോന്നും. ഒരു വശത്ത് സൂര്യനെയും കാണാം, അപ്പുറത്ത് ചന്ദ്രനെയും കാണാം പർവ്വതത്തിൻ്റെ. അപ്പം അത് ശിവൻ്റെ 2 കണ്ണുകളാണ് തോന്നും. ഒരു ഭക്തൻ്റെ മനോഹരമായ സങ്കല്പം നോക്കൂ. ഏതൊക്കെ രീതിയിൽ ഭഗവാനെ മനസ്സുകൊണ്ട് കാണണം നിരീച്ചാൽ ഏതൊക്കെ രീതിയിൽ കാണാം. അതിന് അവസാനമുണ്ടോ? അവസാനമില്ല. അതിന് അവസാനിപ്പിക്കലുണ്ടോ? അവസാനിപ്പിക്കലില്ല. അങ്ങനെയുള്ള ഭഗവാനോട് എന്താ പറയാനുള്ളൂ? അകീർത്തിസ്തേ മാഭൂത് വരദ. നമുക്ക് എന്തുണ്ടാവാൻ പാടില്ല? ദുഷ്കീർത്തി ഉണ്ടാവാൻ പാടില്ല. ഇനിയോ സമർപ്പിക്കുകയാണ്. നമ്മളൊരു നിശ്ചിത സമയം കഴിഞ്ഞ് നമുക്ക് സമർപ്പിക്കണ്ടേ? അല്ലെങ്കിൽ ഇതിൻ്റെ സമയത്തിൻ്റെ ആൾക്കാർ വന്ന് നിർത്താറായത് പറയും. ഈ അമൃതാഭിധാനമസി എന്നാണ് പറയുക. അമൃതം ഇങ്ങനെ ഒഴുകി 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 വരുമ്പോൾ അത് നിർത്താനൊന്നും പറ്റില്ല. നിർത്താൻ മതിയായി വെച്ചിട്ട് നിർത്തണതല്ല. പക്ഷെ തൽക്കാലം എന്ത് വേണം? നമുക്ക് അവിടെ പിധാനം ചെയ്യണം, തടയണം. അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പം അതിന് എന്താണ് നമ്മുടെ സമർപ്പണം? ദൂരീകൃതാനി ദുരിതാനി ദുരക്ഷരാണി. എന്ത് വേണം? ദൂരീകൃതങ്ങളായിരിക്കണം. എന്ത്? ദുരിതാനി ദുരക്ഷരാണി. ദുരിതങ്ങളും ദുരക്ഷരങ്ങളും. എൻ്റെ ദുരിതങ്ങളും ദുരക്ഷരങ്ങൾ, എൻ്റെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ കർമ്മബന്ധത്തിലൂടെ ബന്ധപ്പെട്ട ദുരക്ഷരങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നശിക്കണം, പോയിപ്പോകണം. ദൂരീകൃതാനി ദുരിതാനി ദുരക്ഷരാണി. ഇനിയോ ദൗർഭാഗ്യ ദുഃഖ ദുരഹങ്കൃതി. ഇതെല്ലാം ഞാനാണ് എന്നുള്ള ഭാവം, ആ അറിവില്ലായ്മയുടെ സ്വരൂപം, അറിവില്ലായ്മയുടെ രൂപം നശിക്കണം. ദുർവചാംസി, ചീത്തവാക്കുകൾ. സാരം ത്വദീയ ചരിതം നിതരാം പിബന്ധം. അത് മാത്രമേ വേണ്ടൂ. ഭവാന്റെ ആ സാരമായിരിക്കുന്ന, സത്തായിരിക്കുന്ന ആ ഉണ്മയോടുകൂടിയ ആ സ്വരൂപത്തെ എങ്ങനെ, അതിൻ്റെ സാരത്തെ എങ്ങനെ എപ്പോഴും കുടിക്കുവാൻ ഭാഗ്യമുണ്ടാവണം. ദാഹിക്കുമ്പോൾ എന്താ നമ്മൾ കുടിക്കുക? വെള്ളം. വെള്ളം എന്ന് പറയുന്നത് എന്താ? ഭഗവാന്റെ തിരുനെറ്റിയിലുള്ളതാണ്. അപ്പോൾ ഞാൻ കുടിക്കുന്നത് വെള്ളമാണ് എന്നുള്ളപ്പോൾ തന്നെ ഭഗവാനെ സേവിക്കുകയാണ്. അമ്പലത്തിലൂടെ പ്രദക്ഷിണം വയ്ക്കും. പ്രദക്ഷിണം വയ്ക്കണം എന്തിനാ? ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുകയാണ്. സ്തുതിക്കും. സ്തുതിക്കണത് എന്താ? വർത്താനം പറയുന്നത് മുഴുവൻ ഭഗവാന്റെ കീർത്തനങ്ങളാണ്. സ്തോത്രായി കൈകൊണ്ട് ഓരോന്ന് ചെയ്യും. ചെയ്യണത് എന്താ? ഭഗവാന്റെ പൂജകളാണ്. ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയാൻ വിഷമമുണ്ടോ? എന്തെങ്കിലും നല്ല നല്ല വെള്ളങ്ങൾ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല. ഇനിയോ ഗൗരീശ, ഹേ ഗൗരീശ സമുദ്ധര, എന്നെ ഉദ്ധരിക്കൂ. എന്നെ ഇപ്പം കിടക്കുന്ന ആ പാപപങ്കിലമായിരിക്കുന്ന ഭൂമിയിൽ നിന്ന് എന്നെ വീണ്ടും വീണ്ടും ഉദ്ധരിക്കൂ. സൽക്കടാക്ഷൈ, കടാക്ഷങ്ങളെ കൊണ്ട്. അങ്ങ് അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളായിരിക്കുന്ന എല്ലാവർക്കും കടാക്ഷങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. കൂട്ടത്തിൽ ഈയുള്ളവനെയും ഒന്ന് കടാക്ഷിക്കണം. ആ കടാക്ഷിക്കാൻ വേണ്ടി എന്താ പറയാനുള്ളത്? ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ജയ ജയ കരുണാബ്ധേ. ആ കരുണാബ്ധിയായിരിക്കുന്ന ഭഗവാൻ, കരുണാബ്ധി പ്രേമസ്വരൂപൻ, സ്നേഹസ്വരൂപൻ, കരുണാബ്ധിക്ക് പാത്രമായിട്ടുള്ളവൻ. കരുണ എന്ന് പറയുന്നത് കടലിനെ പോലെയുള്ള വലിപ്പത്തോടുകൂടി കൊണ്ടു നടക്കുന്ന പ്രേമസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, ചിൽസ്വരൂപനാണ് ആര്? ഭഗവാൻ. അങ്ങനെയുള്ള മഹേശൻ നമ്മളെ കടാക്ഷിക്കട്ടെ, നമ്മളെ പാലിക്കട്ടെ, നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ദുർവാക്കുകളെ സംയമനം ചെയ്തിട്ട്
ആത്യന്തികമായിരിക്കുന്ന മനഃശാന്തിയെ ഭദ്രന്നോ അഭിവാതയ മന, ആത്യന്തികമായ മനഃശാന്തിയെ പ്രദാനം ചെയ്യട്ടെ. ഇനി എങ്ങനെയാണ് ഭഗവാന്റെ സ്വരൂപം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് താൽക്കാലികമായിരിക്കുന്നൊരു സമയത്തിൻ്റെ വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ്. ആത്മാത്വം, ഭഗവാൻ അങ്ങ് ആത്മാവാണ്. ശ്രദ്ധിച്ചാൽ അതിമനോഹരമായ രൂപം കിട്ടും നിങ്ങൾക്ക് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ആത്മാത്വം ഗിരിജ മതി, ഗിരിജ മനസ്സ്, ഗിരിജ. അപ്പോൾ ആത്മാവിനെയും കിട്ടി മനസ്സിനെയും കിട്ടി. ആത്മാവ് അങ്ങ്, ഗിരിജ മതി, ഗിരിജയാണ് മനസ്സ്. അപ്പോൾ ആത്മാവും മനസ്സും വന്നാൽ പിന്നെ എന്ത് വേണം? പ്രാണൻ വേണം. സഹചരാ പ്രാണാഹ, പ്രാണങ്ങൾ സഹചരന്മാർ. അപ്പം ഇത്രയും കിട്ടിയാൽ ഇതെവിടെ നിൽക്കുക? ശരീരത്തിലേ നിലനിൽക്കുള്ളൂ. അപ്പോൾ ശരീരം ഗൃഹം. അപ്പം പ്രാണങ്ങൾ നിലനിൽക്കണമെങ്കിൽ ശരീരം വേണം. അതിനെവിടെ നിൽക്കാൻ പറ്റും? വീട് വേണം. അപ്പോൾ ആത്മാത്വം ഗിരിജ മതി സഹചര പ്രാണ. അപ്പോൾ ജീവനുണ്ടെന്ന് കിട്ടി. ജീവന് നിൽക്കാൻ ശരീരം വേണം, ശരീരം ഗൃഹം. ഇനിയോ പൂജ തേ, അങ്ങനെയൊക്കെയുള്ള പൂജകളാണ് എന്ത്? വിഷയോപഭോഗരചന, ഓരോ വിഷയത്തിലുമുള്ള എൻ്റെ ആസക്തി അങ്ങനെയൊക്കെയുള്ള പൂജയാണ് എന്ന് പറഞ്ഞാൽ അത് സൽക്കർമ്മങ്ങളാണ്. അതിൽ നിന്ന് വിട്ടിട്ട് വേറൊന്ന് ഇല്ല. ഇത്രയായ സമാധി വേണ്ടേ? ഭഗവാൻ യോഗിയാണല്ലോ, യോഗി പുരുഷനല്ല. അപ്പോൾ സമാധി വേണം. എന്താണ്? നിദ്ര സമാധിസ്ഥിതി, നിദ്രയാകുന്ന സമാധിസ്ഥിതി. ഇനിയോ സഞ്ചാരപദയോ പ്രദക്ഷിണവിധി, പദം കൊണ്ടുള്ള ആ സഞ്ചാരങ്ങൾ എന്താണ്? പ്രദക്ഷിണവിധി, പ്രദക്ഷിണങ്ങളാണ്. ഇനിയോ സ്തോത്രാണി സർവാ ഗിര, പറയുന്ന വാക്കുകളെല്ലാം സ്തോത്രാണി, സ്തോത്രങ്ങളാണ്. അല്ലാണ്ട് ഒന്നും പറയാൻ ഇല്ല. പതേ പതേ പറയുന്ന ഓരോ പദങ്ങളും സ്തോത്രങ്ങളാണ്. വയ്ക്കുന്ന ഓരോ അടിയും സ്തോത്രങ്ങളാണ്. പദം എന്നുള്ളതുകൊണ്ട് കാലടിയിൽ നിന്നും കിട്ടും, സ്തോത്രം എന്നും കിട്ടും, വാക്കുമെന്നും കിട്ടും. ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ യദ്യൽ കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവ ആരാധനം. യദ്യൽ കർമ്മ കരോമി തത്തദഖിലം, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുവോ. യദ്യൽ കർമ്മ കരോമി തത്തദഖിലം, തത്തദഖിലം അഖിലം തൽ, അതെല്ലാം. യദ്യൽ കർമ്മ, യാതൊന്നുണ്ടോ. യദ്യൽ കർമ്മ കരോമി തത്തദഖിലം ശംഭോ, അല്ലേ ശംഭോ, അല്ലേ അഷ്ടമൂർത്തി, അല്ലേ ദിഗംബരൻ, അല്ലേ വിശ്വരൂപൻ, അല്ലേ ശിവസ്വരൂപൻ, അല്ലേ കരുണാവാരിധി, അല്ലേ ദിക്സ്വരൂപൻ, അല്ലേ ജ്ഞാനസ്വരൂപൻ, അല്ലേ അഷ്ടമൂർത്തി സ്വരൂപൻ. ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ രീതിയിൽ നമുക്ക് വർണ്ണിക്കാൻ കഴിയുമോ ആ സഹസ്ര നാമങ്ങളെ കൊണ്ട് വർണ്ണിക്കാം. അങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയവനെ, ഇതെല്ലാം അങ്ങേക്കുള്ള ആരാധനമാണ്. ഇതൊന്നും എൻ്റെയല്ല, ഒക്കെ ഭഗവാനിൽ നിന്ന് വരുന്നു. അതിനെ ഞാൻ സ്വീകരിക്കുന്നു, ഭഗവാന് തന്നെ അർച്ചിക്കുന്നു. അല്ലേ? സൂര്യപ്രകാശത്തിൽ നിന്ന് സൂര്യനെ എടുക്കുന്നു, സൂര്യന് തന്നെ ആരതി ഒഴിയുന്നു. കടലിൽ നിന്ന് വെള്ളമെടുക്കുന്നു, കടലിൽ തർപ്പണം ചെയ്യുന്നു. അല്ലേ? കടൽപ്പുറത്ത് പോയിട്ട് തർപ്പണം ചെയ്യും. നമ്മൾ കുപ്പിയിൽ വെള്ളം കൊണ്ടുപോയിട്ടാണോ കടലിന് തർപ്പണം ചെയ്യുക? അല്ല, കടലിൽ നിന്ന് വെള്ളം എടുക്കുക, കടലിന് തർപ്പണം ചെയ്യുക. ഭഗവാന്റെ സ്വരൂപം, ഭഗവാന്റെ നാദം, ഭഗവാന്റെ നാമം, ഭഗവാന്റെ വാക്ക്, ഭഗവാന്റെ പേര്, ഭഗവാന്റെ ക്രിയ. പറയുന്നത് ഭഗവാൻ, പറയിപ്പിക്കുന്നത് ഭഗവാൻ, കേൾക്കുന്നത് ഭഗവാൻ, കേൾപ്പിക്കുന്നത് ഭഗവാൻ, ശ്രോത്രം ഭഗവാൻ, കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്, ഭഗവാനല്ലാണ്ട് എന്താ ഉള്ളത് ലോകത്ത്? അങ്ങനെയുള്ള ജ്ഞാനസ്വരൂപൻ,
ആ അഷ്ടമൂർത്തി സ്വരൂപൻ നമുക്ക് ആത്യന്തികമായ സമാധാനത്തെ, ആത്യന്തികമായ ആ കരുണയെ, ആത്യന്തികമായ ആ നമ്മുടെ എന്തെന്നില്ലാത്ത പ്രാർത്ഥനയെ ഉൾക്കൊണ്ട് ഒരു പുതിയ ഭഗവാനിൽ എപ്പോഴും ലയിക്കാൻ കഴിയുന്ന, ഭഗവാനിൽ മാത്രം എന്താ പറയുക, നമ്മുടെ കണ്ണുകളെ വയ്ക്കാൻ കഴിയുന്ന, എന്തെല്ലാം നേടിയാലും നിൻ്റെ കണ്ണുകൾ ആ സാക്ഷാൽ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഗുരുനാഥൻ്റെ പാദത്തിങ്കലല്ല ലയിച്ചിട്ടുള്ളത് എങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടെന്താണ്? തഥക്കിം 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 തഥക്കിം. നിൻ്റെ എല്ലാം ഉണ്ടായാലും അത് ഭഗവാന്റെ പാദത്തിങ്കലല്ല നീ ചേർത്തിട്ടുള്ളതെങ്കിൽ പിന്നെ നിനക്ക് എന്തെല്ലാം ഉണ്ടായിട്ടെന്താണ് കാര്യം? ഒന്നുമില്ല. അതുകൊണ്ട് ആ ഭഗവാന്റെ പാദത്തിങ്കൽ ലയിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നിൻ്റെ മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മമ്മിയൂരപ്പൻ്റെ ആ 100 കോടി ഭക്തന്മാരെയും ഭക്തകളെയും പ്രപഞ്ചത്തെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ കടാക്ഷത്തിൻ്റെ 100 കോടി സമയത്തിനുള്ളിൽ ഏതോ ഒരു സമയം എനിക്ക് അനുഗ്രഹിച്ചതുകൊണ്ട് ഇവിടെ എത്തിപ്പെടാനും നിങ്ങളോട് ഈ രീതിയിൽ ഭഗവാനെക്കുറിച്ച് എനിക്കും കഴിയുന്ന രീതിയിൽ 2 വാക്ക് പറയാനും സാധിച്ചു. സമയത്തിൻ്റെ നമ്മളെല്ലാം കാലദേശങ്ങൾക്ക് അധീനനാണ്. പക്ഷെ ഭഗവാൻ കാലദേശങ്ങൾക്ക് അധീനനല്ല, കാലദേശങ്ങളെ ഖണ്ഡിച്ചവനാണ്. പക്ഷെ നമ്മളങ്ങനെയല്ല. അപ്പം നമുക്ക് കാലദേശങ്ങളെ ഖണ്ഡിക്കാനും കാലദേശങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. ഭഗവാന്റെ അനുഗ്രഹം മാത്രമേ നമുക്ക് വേണ്ടൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. ആത്മാത്വം ഗിരിജാമതി സഹചരാഃ പ്രാണാ ശരീരം ഗൃഹം പൂജാത്തെ വിഷയോ ഭോഗരചനാ നിദ്രാസമാധിസ്ഥിതി സഞ്ചാരഃ പദയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാ ഗിരഃ യദ്ഗൽ കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ജയ ജയ കരുണാബ്ധേ ശ്രീമഹാദേവശംഭോ യദ്ഗൽ കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. യദ്ഗൽ കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. തുടങ്ങിയിടത്തിന് അവസാനിക്കാം. ആനത്തോലം വെളിത്തല്ലമരനദി ജഡാമണ്ഡലം മുണ്ടമാല്യം മീനാംഗാഹാരിനേത്രം ഭസിതലസിതഭാലം ഭുജംഗാളിഭൂഷ ഏണം ശൂലം കപാലം തുടിതുടയിലഗാപത്യം ഇത്യാദി നിത്യം കാണാകേണം മനസ്സിൽ തെളിവൊടു ശിവനെ മമ്മിയൂർ തമ്പുരാനെ. കാണാകേണം മനസ്സിൽ തെളിവൊടു ശിവനെ മമ്മിയൂർ തമ്പുരാനെ. ഹേ മഹാദേവശംഭോ യദ്ഗൽ കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ആ ഭഗവാന്റെ നല്ല നാമങ്ങൾ എപ്പോഴും പറയാൻ പ്രാർത്ഥന ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിനെപ്പോഴും ഭദ്രന്നോ അഭിവാദയമന മാധ്വീർഗാവോ ഭവന്തുന എന്ന വേദപ്രാർത്ഥനയോടുകൂടി ഇത് ഇവിടെ സമർപ്പിക്കുകയാണ്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന അക്ഷരങ്ങളോ വാക്കുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ കുഴപ്പം കൊണ്ടാണെന്നും നല്ലതുകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.